ഈ രാത്രിയിൽ ദൈവവചനത്തിൻ്റെ സവിശേഷമായ ധ്യാനത്തിനായിട്ട് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ആ വാക്യവുമായി ബന്ധപ്പെട്ട് മറ്റ് നിരവധി വാക്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആശയസമ്പുഷ്ടമായൊരു പ്രമേയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. ക്രിസ്തീയ വിശ്വാസം എന്നതാണ് എൻ്റെ പ്രധാന വിഷയം നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചത്. ഉണർവിൻ്റെ കൃത്രിമമായ ഉപയോഗ പദങ്ങളൊന്നുമില്ലാതെ വചനം മാത്രം അതിൻ്റെ തനിമയോടുകൂടി വിശദീകരിക്കുകയാണ്. ഇവിടെ കൂടി വന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാതുകളിൽ ഇതിനപ്പുറത്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വീടുകളിലും വീഥികളിലുമൊക്കെയായി വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ ബോധങ്ങൾ, മതവിചാരങ്ങൾ ഒക്കെ ഉള്ളവരാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവർ. ഈശ്വരകാംക്ഷികളുണ്ട്, ഈശ്വര നിഷേധികളായിട്ടുള്ളവരുണ്ടാകാം. ഭൗതികവാദത്തിലും പദാർത്ഥമയമായ ജീവിതത്തിൽ തിന്നുകുടിച്ച് മതിച്ച് പുളച്ചു പോകുക, അതിനപ്പുറത്ത് വേറൊന്നുമില്ല എന്ന ആശയത്തോടെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരെയും കൂടെ മുൻപിൽ കണ്ടുകൊണ്ടാണ് കൺവെൻഷൻ ഞങ്ങൾ ക്രമീകരിക്കുക. സ്തോത്രം. കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ ബോധവൽക്കരണമാണ് എന്ന വസ്തുത അറിയാതെ പോകരുത്. കൺവെൻഷനെക്കുറിച്ച് പ്രാരംഭത്തിൽ വാക്യം പറയുന്നതിന് മുൻപ് ചില വിചാരങ്ങൾ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപകാരമാകും. ഇതിനെ മുൻവിധിയോടെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഉത്തരമാകാനും ഇടയാകണം. കൺവെൻഷൻ എന്തിനാണ്, വൈ കൺവെൻഷൻ എന്നൊരു ചോദ്യം ചില പ്രബുദ്ധ മനസ്സുകളിലുണ്ടാകും. എന്തിനാണ് കൺവെൻഷൻ എന്ന് ചോദിച്ചാൽ അതിന് ന്യായമായ പക്വമായ ചില ഉത്തരങ്ങൾ ഞങ്ങൾക്ക് സംഘാടകർക്കുണ്ട്. നോട്ടീസിലൊന്നും ഞങ്ങളത് പബ്ലിഷ് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലാണ് ഊന്നിയാണ് പാസ്റ്റർ അലക്സ്, പാസ്റ്റർ ബാലു കോവളം, മറ്റ് ദൈവദാസന്മാർ, റീമ ഗോസ്ബൽ ചർച്ചിൻ്റെ സമർപ്പിതരും സാമർഥ്യമുള്ളവരുമായ പ്രിയപ്പെട്ടവരിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് കൺവെൻഷൻ എന്ന ചോദ്യം പ്രസക്തമാണ്. നയനസുഖമായ കർണസുഖമാകുമാറുള്ള എന്തെങ്കിലും കലാപരിപാടികളൊക്കെ പോരെ? അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ മുറ്റത്തൊന്നും ആളിനെ കൊള്ളിക്കാൻ പറ്റാതെ സംഘാടകർ ബുദ്ധിമുട്ടിയാൻ. ഇത് സുവിശേഷ യോഗമായതുകൊണ്ടാണ് ഇനിയും കസേര ബാക്കിയാകുന്നത്. സ്തോത്രം. ഇപ്പം എന്തിനാ കൺവെൻഷൻ? വൈ കൺവെൻഷൻ? ഒന്നാമത്തെ ഉത്തരം കൺവെൻഷൻ ഫോർ കൺവിക്ഷൻ എന്നതാണ്. വാട്ട് ഈസ് ദ മീനിങ് കൺവിക്ഷൻ? കുഞ്ഞുങ്ങളൊക്കെ അറിയണം. കൺവിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവബോധമാണ്. ദൃഢാവബോധം എന്ന് പറയും. ഡീപ്പ് അവയർനെസ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ബാഹ്യതലത്തിലുള്ള പരിചയം പോരാ, ആന്തരികമായ അറിവ് വേണം. കൺവെൻഷനിലൂടെ ഞങ്ങൾ തരുന്ന കൺവിക്ഷൻ അഥവാ ആന്തരിക അവബോധം എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തെക്കുറിച്ച്. മനുഷ്യൻ ഏതെങ്കിലും ഒരു ദൈവത്തെ അറിഞ്ഞാൽ പോരാ, പകരം ഏകസത്യ ദൈവത്തെ അറിയണം. നമ്മുടെ തലയ്ക്ക് മീതെയുള്ള നീലാകാശം, അതിലുള്ള സകലതും, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി, ഇതിനകത്തെ ജീവജാലങ്ങൾ, അതിൻ്റെ ആവാസ വ്യവസ്ഥിതി, അവയ്ക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, അങ്ങ് സമുദ്രം, അതിനകത്തുള്ള ജീവജന്തുക്കൾ, പിന്നെ ഇതിനകത്തുള്ളതായിരിക്കുന്ന സകല സംവിധാനങ്ങളും, ഋതുഭേദങ്ങളുടെ ക്രമീകരണം, നമ്മുടെ പ്രാണൻ്റെ മേലുള്ള അധികാരം, ഇതെല്ലാം നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മം. ആ ദൈവം എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയതല്ല, തച്ചിന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതല്ല, സ്വയം ഉണ്ടായി വന്നതുമല്ല, പകരം ഉള്ളവനാണ്. അപ്പം അങ്ങനൊരു ദൈവത്തെ കുറിച്ച് ആഴത്തിലറിയണം. അതാണ് കൺവിക്ഷൻ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ആ ദൈവമൊരുക്കിയ ഏകരക്ഷാ പദ്ധതി, രക്ഷാമാർഗം, ഏകരക്ഷകൻ. ആ ദൈവം നമ്മെ തട്ടിത്തലോടി തഴുകി നടത്തുവാൻ നൽകിയിരിക്കുന്ന പരിശുദ്ധ ആത്മാവ്. ആ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിൻ്റെ ദിനം കഴിയുമ്പോൾ ഒരു മരണം, മരണത്തിനപ്പുറം എന്താണ്, മരണത്തിന് ശേഷം എന്താ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൺവിക്ഷൻ വേണം. ആ കൺവിക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ മോക്ഷത്തിന്, മുക്തിക്ക്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന്, വിടുതലിന് വേണ്ടിയൊക്കെ പല വഴികൾ തേടേണ്ടി വരിക. കൊന്നു കയറുന്നു, മലയിറങ്ങുന്നു, പുഴ താണ്ടുന്നു, കടൽ നീന്തുന്നു, ദേഹം മുറിച്ച് രക്താർപ്പണം, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം, വായിൽ നിന്ന് സ്തോത്രാർപ്പണം, ഇങ്ങനെ പലതും ചിലതും ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന വേദചിന്തകൾ, മതചിന്തകൾ,
ദാർശനിക പ്രബോധകന്മാരുടെ ആലോചനകൾ. ഇതിൻ്റെയൊക്കെ പുറകെ മനുഷ്യൻ പോവുക. അപ്പോഴും കൺവിക്ഷൻ കിട്ടാതെ പോകുന്നത് ഏകസത്യ ദൈവത്തെക്കുറിച്ചാണ്. നമ്മെ നിയന്ത്രിക്കുന്ന പരാശക്തി, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണസമ്പൂർണനും പരമകാരുണീകനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനുമായൊരു ദൈവത്തെക്കുറിച്ച് അറിയാതെ പോയാൽ വേറെ എന്തൊക്കെ അറിഞ്ഞാലും ഒരു ഗുണവുമില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺവെൻഷൻ ഫോർ ദ കൺവിക്ഷൻ എന്നതാണ്. രണ്ടാമതൊരു ഉത്തരം കേൾക്കണം. കൺവെൻഷൻ ഫോർ കൺവേർഷൻ എന്നതാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പരിവർത്തനം, മനസ്സാന്തരം, മടങ്ങിവരവ്. ഇതുവരെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പാപബോധമുണ്ടായിട്ടൊരു പരിവർത്തനം സംഭവിക്കണം. മനുഷ്യൻ്റെ ശരീരം വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കുടിച്ച് സുഖിച്ച് സുഖിമാന്മാരായി ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതെത്ര പേര് സമ്മതിക്കുന്നുണ്ട്? വിശുദ്ധ ബൈബിൾ മാത്രം പ്രഖ്യാപനം ചെയ്യുന്ന മഹത്തായ ഒരു ആത്മീയ സത്യമാണ്, നോ യു നോട്ട് ദറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ ആരും നശിപ്പിക്കരുത്. ഈ മന്ദിരത്തിലേക്ക് മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ മറ്റു തര കുത്തഴഞ്ഞ ലൈംഗികതയോ ആഭാസത്തരങ്ങളോ വൃത്തികേടുകളോ ഒന്നും ആകാൻ പാടില്ല. അങ്ങനെ ഈ ശരീരത്തെ പവിത്രവും പരിപാവനവും അനന്യവും നീതിയുള്ളതായി കാക്കാൻ കഴിയണം. സ്തോത്രം. അപ്പോൾ അതിന് മനുഷ്യന് പരിവർത്തനം അനിവാര്യമാണ്. കേന്ദ്രം ആര് ഭരിച്ചാലും സംസ്ഥാനം ആര് ഭരിച്ചാലും മദ്യത്തിൻ്റെ കുത്തൊഴുക്കിനെ തടയാൻ ആർക്കും പറ്റുന്നില്ല. ലഹരി പദാർത്ഥങ്ങളുടെ വിപണനം ഇവിടെ പൊടിപൊടിക്കുകയാണ്. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലും പിന്നെ നാലാൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തെളിഞ്ഞും ഒളിഞ്ഞും പാത്തും പതുങ്ങിയുമൊക്കെ. ഈ ഒരു അവസ്ഥ മനുഷ്യൻ്റെ ശരീരം മന്ദിരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺവേർഷൻ ഉണ്ടാകണം, പരിവർത്തനം. അത്യുന്നതനായ ദൈവം എൻ്റെ മന്ദിരത്തിൽ, ശരീരമെന്ന മന്ദിരത്തിൽ പാർക്കേണ്ടത് ഞാൻ കാത്തുകൊള്ളണം വിശുദ്ധിയോടെ. എൻ്റെ ദാമ്പത്തികം, എൻ്റെ സാമ്പത്തികം, എൻ്റെ സാമൂഹ്യ ജീവിതം, എൻ്റെ സഭാജീവിതം, എൻ്റെ വ്യക്തിപരമായ തലങ്ങൾ, എൻ്റെ രാത്രികൾ, എൻ്റെ പകലുകൾ സർവശക്തനായ ദൈവത്തിന് പ്രസാദമാകണമെന്ന ബോധത്തിലേക്ക് വരണം. അതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് നമ്മിൽ പാർക്കാൻ പറ്റുന്ന ഒരു ആത്മീക തലത്തിലേക്ക് നമ്മൾ മാറണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കമ്പി, കട്ട, കല്ല്, സിമെൻ്റ്, പെയിൻ്റ്, തടി ആദിയായതുകൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ വമ്പൻ ആലയങ്ങൾ, കുരിശേന്തി നിൽക്കുന്ന ആലയങ്ങളൊക്കെ ഉണ്ടാകുക. പക്ഷെ ദൈവം പാർക്കാൻ ആഗ്രഹിക്കുന്നത് ജീവനുള്ള ഈ പള്ളിയിലാണ്. അത് സൂക്ഷിക്കപ്പെടണം, സൂക്ഷ്മതയോടെ കാക്കപ്പെടണം. അതിന് കൺവേർഷൻ. ഇനി കൺവെൻഷൻ ഫോർ കൺഫെഷൻ എന്നതാണ്. കൺവെൻഷൻ ഫോർ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആത്മതപനം, കുറ്റബോധം, പാപബോധം മനുഷ്യനുണ്ടാകണം. കൺവെൻഷന് കേൾക്കുന്ന പാട്ട് കേട്ടില്ലേ? ചങ്കുലഞ്ഞപ്പം നോവുന്ന ഉലയിൽ നമ്മെ ഓർത്തുകൊണ്ടൊരുവൻ പിടഞ്ഞു മരിച്ചു. ഗത്സമന ഗബ്ബഥ ഗോൽഗോഥ, മൂന്നിടങ്ങളെ ധ്യാനിക്കുന്ന ഒരു സാധാരണക്കാരന് കുറ്റമില്ലാത്തവൻ എൻ്റെ കുറ്റം പേറിക്കൊണ്ടാണ് അവിടെ മരണമായതെന്ന് ഓർക്കുമ്പം അവന് പാപബോധമുണ്ടാകും. അതിനാ പാട്ടും പ്രസംഗവും ഞങ്ങൾ ചെയ്യുന്നത് കൺഫെഷൻ ഉണ്ടാകാൻ. ജീവിതത്തിൽ ആത്മതപനമുണ്ടായി കുറ്റബോധത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് മുഴങ്കാലും അടക്കി ഞാനൊരു പാപിയാണ് എന്ന് പറയാൻ. അത് കള്ളു കുടിച്ച കിട്ടത്തില്ല, അത് കഞ്ചാവ് വലിച്ച കിട്ടുന്ന കാര്യമല്ല. ഞാനൊരു പാപിയാണെന്ന ബോധം അകതാരിലുണ്ടായി പെറ്റമ്മയോടൊരു സോറി പറയാൻ, അപ്പൻ്റെ മുഖത്ത് നോക്കി ഒരുന്ന് കുമ്പസരിക്കാൻ, ആരാധനയ്ക്കൊരാലയത്തിലേക്ക് ആവേശത്തോടെ വന്നണയാനൊക്കെ പ്രേരിപ്പിക്കുന്നത് കൺഫെഷൻ ചെയ്യുമ്പോഴാണ്. നാലാമതൊരു ഉദ്ദേശം കൂടിയുണ്ട്. കൺവെൻഷൻ ഫോർ കമ്മിറ്റ്മെൻ്റാണ്, ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടിയാണ്. ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹന്ത, അഹങ്കാരം ആദിയായതുകൊണ്ട് മുൻപോട്ട് പോകുന്ന മനുഷ്യൻ ഒരു സമർപ്പണം, വിനീത വിധേയനായി, വിധേയത്വം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ഈ സദ്ഗുണങ്ങളോടെ ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കണം. അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉദ്ദേശങ്ങളാണ് ഈ കൺവെൻഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റീമ ഗോസ്ബൽ ചർച്ച്, പാസ്റ്റർ അലക്സ്, അതുപോലെ ദൈവദാസന്മാർ ഒരുമിച്ച് ഇത് ക്രമീകരിക്കുമ്പോൾ
ഈ ഉദ്ദേശം മനസ്സിലാക്കിയാണ് ബാക്കി നിരവധി സംഘടനകളിലുള്ള ദൈവദാസന്മാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാവരെയും ഓർത്ത്. അവരൊക്കെ എൻ്റെ സ്നേഹിതരാണ്. പാസ്റ്റർ ബാലു കോവളം, പാസ്റ്റർ ജോയ് കോവളം, അങ്ങനെ ഒത്തിരി പേര് ദൈവദാസന്മാരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം. ഈ 4 ഉദ്ദേശങ്ങൾ അവർക്കും അറിയാം എന്തിനാണ് കൺവെൻഷൻ എന്നുള്ളത്. അതുകൊണ്ട് ആ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ ഇവിടെ മുഴങ്ങുന്ന ഓരോ പാട്ടിൻ്റെ വരിയും ഓരോ പ്രാർത്ഥനാ വാചകങ്ങളും ഓരോ സന്ദേശങ്ങളും അങ്ങ് ദൂരെയൊക്കെ ശ്രദ്ധിക്കുന്ന, ഇവിടെ ഈ വെള്ളവിരിപ്പിൻ്റെ കീഴിലും ശ്രദ്ധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണെന്ന കാര്യം മറക്കരുത്. ഓക്കെ, ഇനി ഞാനൊരു വാക്യം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് പകരുന്നു. ആ വാക്യവുമായി ബന്ധപ്പെട്ട ചിന്തകൾ സവിശേഷമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന നല്ല അധ്യാപകൻ നമുക്ക് വേണ്ടും പോലെ പൊരുൾ തിരിച്ചു തരേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 2025 ദുർഘടമായ വഴിത്താരകൾ വിട്ട് 2026 ഏതാണ്ട് സപ്രപഞ്ചക്കട്ടിലാണെന്നൊക്കെ ഓർത്ത നമ്മൾ കേക്ക് മുളിച്ച് ഇങ്ങോട്ട് കയറിയത്. 25 ഭയാനകമാകാനാണ് സാധ്യത. സ്തോത്രം. പക്ഷേ നമ്മൾ പതറുന്നില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം, ആരാ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്, ആരാ നമ്മെ വിളിച്ചത്, ആരാ നമ്മെ നടത്തിക്കൊണ്ട് വരുന്നത്. ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് ഉപയോഗിച്ചോ എന്ന് എനിക്കറിയില്ല. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിലൊരു വർത്തമാനം, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോൾ അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നു. സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുന്നു. കണ്ടോ, ആണ്ടിലാണ്ടിൽ വാർത്തകൾ ഇങ്ങനെ മാറി മാറി വരുമെന്നുള്ളത് കാലദർശന പ്രവാചകനായ യിരെമ്യാവ് പ്രവചിച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹീതമായൊരു വാക്യമാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കാലദർശന പ്രവാചകൻ യിരെമ്യാവാണ്. കാലങ്ങളുടെ ഗതിവിഗതികളെ നോക്കിക്കണ്ടുകൊണ്ട് അതിൻ്റെ വരും വരായികൾ, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ, നേട്ടകോട്ടങ്ങൾ, ജയപരാജയങ്ങൾ, ഉയർച്ച താഴ്ചകളെല്ലാം സൂക്ഷ്മവീക്ഷണം ചെയ്ത് ആലോചനകളെ നൽകി തന്നിട്ടുള്ള ഗംഭീര പ്രവചന ഗ്രന്ഥമാണ് യിരെമ്യാവിൻ്റേത്. 8-ാം അധ്യായം 7-ാം വാക്യം പരിചിതമാണ്. വേദപുസ്തകത്തിലുമായിട്ട് ബന്ധമുള്ളവർക്ക് വേഗം മനസ്സിൽ വരുന്നൊരു വാക്യമായി 8-ന്റെ 7-ാമത് വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൊക്കും മീവൽ പക്ഷിയും കുറുമ്പ്രാവും തൻ്റെ കാലം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ് തൻ്റെ കാലം അറിയുന്നു. കൊക്കും മീവൽ പക്ഷിയും കുറുമ്പ്രാവും മടങ്ങിവരവിനുള്ള സമയം അറിയുന്നു. പക്ഷെ ഒരു കാര്യം എടുത്തു പറയുന്നത്, എൻ്റെ ജനം കാലത്തെക്കുറിച്ച് ബോധമില്ലാതെ, കലണ്ടർ മാറുന്നതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ, ആഴ്ചകൾ മറിയുന്നത്, മാസങ്ങൾ മറയുന്നത്, ദിവസങ്ങൾ കൊഴിയുന്നതൊന്നും ഓർമ്മയില്ലാതെ, കീശയിലെ കാശിൻ്റെ കനം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ സ്വാധീനത കൊണ്ടോ രാഷ്ട്രീയമായിരിക്കുന്ന ഒരുമാതിരി പിടിപാടുകൾ കൊണ്ടൊക്കെ മുൻപോട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യൻ സത്യത്തിൽ എവിടെങ്കിലുമൊക്കെ മുട്ടിത്തട്ടി വീണ് തകർന്ന് തരിപ്പണമാകുന്നു. അതുകൊണ്ട് യിരെമ്യാവ് പറയുന്നു, കാലബോധം വേണം. കഴിഞ്ഞ വർഷത്തിൻ്റെതല്ല ഈ വർഷം ഇനി നമ്മൾ കാണാനും കേൾക്കാനും പോകുക, അതിനേക്കാൾ ഭയാനകമാകാം എന്ന് നമ്മൾ തിരിച്ച് കഴിഞ്ഞുപോയ വർഷങ്ങളെക്കുറിച്ച് ഓർത്ത് കൊറോണ അടക്കമുള്ള ഭയാനകതകൾ നമ്മൾ അനുഭവിച്ചു. ഇനി വരാനുള്ളത് എന്താ എന്നുള്ളതിനെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു വന്നാലും നമുക്ക് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായവനാണ്. യിരെമ്യാവിൻ്റെ വേറൊരു വാക്യമാണ് 5:30-31. യിരെമ്യാവ് 5:30-31 പറയുന്നത്, വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ അവരോടൊരു കയ്യായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനതിഷ്ടമാകുന്നു. ഒടുവിൽ പറയുക, ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഇതെല്ലാം കണ്ടും കേട്ടും നിങ്ങളിങ്ങനെ മുൻപോട്ട് പോകും. പക്ഷേ സുഹൃത്തെ, താങ്കൾക്കൊരു ഒടുക്കം വരും. ആ ഒടുക്കം എന്ത് ചെയ്യാനാ പ്ലാൻ? ഒടുക്കം എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ മുൻപോട്ട് പോകുന്നവൻ ഒടുവിൽ തട്ടിമുട്ടി വീണ് തകർന്നു പോകുകയുള്ളൂ. അത് വരരുതെന്ന യോബ് കാലദർശനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുക. 5:30-31 വാക്യം. ഞാൻ ആദ്യം പറഞ്ഞു കേൾപ്പിച്ച വാക്യം 51:46 യിരെമ്യാവ് 51:46. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം, ഒരാണ്ടിലൊരു വർത്തമാനം, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം, മാറി മാറി വർത്തമാനങ്ങൾ വരും. 51:46. അപ്പം യിരെമ്യാ പ്രവാചകൻ നൽകുന്ന ഈ കാലദർശന ബോധങ്ങൾ, അവബോധങ്ങൾ നാം ഏറ്റെടുക്കണം. 2026 നാം പ്രവേശിച്ചു. ഈ പ്രവേശിച്ച വർഷത്തിൽ ദൈവവചനം കേട്ട് നമുക്ക് മുന്നേറുവാൻ
ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷത്തിലേക്ക് നമ്മൾ കയറിയപ്പോൾ നമ്മളൊരു പുനർവിചാരണയ്ക്ക് തയ്യാറാകണം. അതിനുതകുന്നൊരു വാക്യമാണ് നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചത്. എൻ്റെ പ്രാർത്ഥനാ വേളയിൽ, ധ്യാനമുറിയിൽ കർത്താവ് പകർന്ന ദീർഘമായ യാത്രയിലൊക്കെ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടതിന് എന്നെ ഏൽപ്പിച്ചു വിട്ട വാക്യം ഇങ്ങനെയാണ്. ആ വാക്യം: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. 26 കയറിയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. 3-ാം ദിവസമാണിത്. നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നമ്മളെ തന്നെ എന്തോ ചെയ്യണം? പരിശോധിക്കണം. ഒന്ന് ശോധന ചെയ്യണം. ആ വാക്യം കിടക്കുന്നത് എവിടെ നിന്നറിയാമോ? 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. അതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൻ്റെ കുറിവാക്യം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 5-ാമത് വാക്യം. വാക്യങ്ങൾ ആവശ്യമായത് ഞാൻ പറഞ്ഞുകൊള്ളാം. നിങ്ങളുടെ വാക്യങ്ങളെ കുറിച്ചു കൊള്ളണം. വായിക്കാൻ നല്ല മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വായിപ്പിച്ച് സമയം എടുക്കാതെ ആവശ്യമായ വാക്യങ്ങൾ ഞാൻ പറയും റഫറൻസ് സഹിതം. അപ്പോൾ അത് നിങ്ങൾ കുറിച്ചു കൊള്ളുകയും തുടർ പഠനത്തിനതിനെ ഉപയോഗമാക്കുകയും ചെയ്യണമെന്ന് ഒരടിക്കുറിപ്പ് കൂടെ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യ ലേഖനം 13-ന്റെ 5-ാം വാക്യം: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എന്തോ ചെയ്യണം? വേറെ ആളിനെയല്ല, നിങ്ങളെ തന്നെ ശോധന ചെയ്യണം, പരിശോധിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോവുക. ഒരു വിദ്യാർത്ഥിയുടെ നല്ല മനസ്സോടെ ഈ ചിന്തകൾ ഒന്നൊന്നും നന്നായി പഠിക്കണം. ഓരോ പ്രധാന ചിന്ത, അതിൻ്റെ അനുബന്ധ ആശയങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കുകയും സ്വയം ശോധന ചെയ്യുകയും ചെയ്യണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിലകൊള്ളുന്നവർ ഒരിക്കലായി വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോഴും അതിൻ്റെ പകിട്ടോടെ, പ്രൗഢിയോടെ, ആധികാരികതയോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പുറത്ത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ ഇതിൻ്റെ ആധികാരികതയും ഇതിൻ്റെ പ്രസക്തിയും ഇതിൻ്റെ അനന്ത സാധ്യതയും ഇതിൻ്റെ ആവശ്യകതയും എന്താണെന്നും കൂടെ ചിന്തിക്കണം. യോഗസ്ഥലത്തു നിന്ന്, ശബ്ദപരിധിക്കകത്തു നിന്ന് കാല് വലിച്ചു വെച്ച് നടന്നകന്നു പോകാതെ അല്പസമയം ശാന്തമായി അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം. എന്നിട്ട് ഈ വിചാരങ്ങളെ നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കണം. വല്ല വിയോജിപ്പുമുണ്ടെങ്കിൽ അതെവിടെയാണ് എന്ന് തെര്യപ്പെടുത്തിയാൽ വിയോജിപ്പിന് വിശദീകരണം തരാനും കൂടെ ഒരുക്കമാണ് എന്ന ഉറപ്പോടെയാണ് ഈ പ്രഭാഷണം ചെയ്യുക. ആരുടെയെങ്കിലും മതസംഹിതയെ ദംസനം ചെയ്യുകയോ ഇകഴ്ത്തുകയോ അപഹസിക്കുകയോ ചെയ്യാതെ ഞങ്ങൾക്കുറക്കെ പറയുവാനുള്ള ക്രിസ്തു കേന്ദ്രീകൃത വിശ്വാസ സംഹിതയുടെ വിശകലനം തരുമ്പോൾ അത് താങ്കൾക്ക് ആത്മബോധമായി, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കൺവിക്ഷനായി, കൺവേർഷനായി, കൺഫെഷനായി, ഒരു കമ്മിറ്റ്മെൻറ്റിന് കാരണമാകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കൊരിന്ത്യ ദേശത്തെക്കുറിച്ച്, ലേഖനത്തെക്കുറിച്ചൊന്നും ഒരു കാര്യവും പറയുന്നില്ല. കാരണം ഇതൊരു പൊതുയോഗമായതുകൊണ്ട് എല്ലാവർക്കും അത് ഉപകാരമാകണമെന്നില്ല. ഇതൊരു ചർച്ചിനകത്തുള്ള മീറ്റിംഗൊക്കെ ആയിരുന്നെങ്കിൽ കൊരിന്ത് എവിടെയാണ്, കൊരിന്ത്യ സഭയുടെ രൂപീകരണം, അതിൻ്റെ ലേഖനങ്ങൾ 2 പ്രാധാന്യത ഒക്കെ പറയേണ്ടതാണ്. അതൊന്നും പറയാതെ ഞാൻ നേരെ വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട് വിശ്വാസത്തിലാണെന്ന്? അവർ കർത്താവിനെ സ്തുതിച്ച് ഒത്തിരി കരങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിശ്വാസത്തിലാണെന്നുള്ളതിൻ്റെ തെളിവ് എന്തുവാന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോവുക. ആ തെളിവ് കേട്ട് കഴിയുമ്പോൾ ഈ പൊങ്ങിയ കൈ എല്ലാം പൊങ്ങണം. പിന്നെ സ്തോത്രം. ഇപ്പോൾ ഒരാവേശത്തിന് പൊക്കിയതാണോ എന്നുള്ള കാര്യം അന്നേരം മനസ്സിലാവും. ഓക്കെ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ? വളരെ ഗംഭീരമായ ചോദ്യം. അപ്പോസ്തലനായ പൗലോസ് എന്ന അനുഗ്രഹീതനായ സ്കോളർ ആത്മനിയോഗത്തോടെ നമ്മുടെ മനസ്സാക്ഷിയിലേക്ക് എയ്ത് വിടുന്ന ഉന്നം പിഴയ്ക്കാത്തൊരു വെടിയുണ്ട പോലെ, ഒരു അമ്പ് പോലെ വന്ന് തറയ്ക്കുകയാണ്. അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ എങ്ങനെ പറ്റും? എത്ര നാളായി ഞാൻ വിശ്വാസത്തിലാണെന്നറിയാമോ എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ വിശ്വാസത്തിലാണെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്തുവാന്നാ നമ്മൾ ചിന്തിക്കാൻ പോവുക. ആദ്യം നമ്മൾ ചിന്തിക്കുന്ന പ്രധാന ആശയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വാട്ട് ഈസ് ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? അതിനെക്കുറിച്ച് ചിന്തിക്കുക. കുറിക്കാൻ നിരവധി ആളുകൾ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശാന്തമായി നിന്ന് നിർത്തി കാര്യങ്ങൾ പറയാം. എന്താണ് വിശ്വാസം എന്നുള്ളതിനെ നാം അറിയണം. വാക്യങ്ങളിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോവുക. എന്താണ് വിശ്വാസം?
എന്ന് ചോദിച്ചാൽ അതിനൊരു വാക്യം തരാം. ഒന്നല്ല, 2 വാക്യങ്ങൾ തരാം. ഒന്നാമത്തെ വാക്യം 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. 1 തിമോത്തിയോസ് 1:3. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്നൊരു പ്രയോഗമുണ്ട്. ഓക്കെ, ദൈവ വ്യവസ്ഥ. അപ്പോൾ വിശ്വാസം എന്തുവാന്ന് പറ? ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ വിശ്വാസത്തെ നിഷേധിച്ചാൽ ദൈവ വ്യവസ്ഥയെ മനുഷ്യൻ എന്തോ ചെയ്യുന്നു? നിഷേധിക്കുന്നു. വിശ്വാസത്തെ അംഗീകരിച്ചാൽ ദൈവ വ്യവസ്ഥയെ അവൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു എന്ന്. അതാണ് വിശ്വാസം എന്ന വിഷയം പാടാനും പ്രസംഗിക്കാനും ഞങ്ങൾ കാണിക്കുന്ന ഈ ആവേശം. വിശ്വാസം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ഇനി എൻ്റെ വിശദീകരണം കേട്ടോളൂ. പഴയ നിയമകാല വ്യവസ്ഥ യാഗങ്ങൾ, യോഗങ്ങൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ, പദയാത്ര, തീർത്ഥയാത്ര, പരിച്ഛേദന, പൗരോഹിത്യം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ലേവ്യ നിയമം അനുശാസിക്കുന്ന എല്ലാ നിയമസംഹിതകളും വള്ളിപുള്ളി വിസർഗങ്ങൾ വിട്ടുകളയാതെ ചെയ്യുന്നതായിരുന്നു പഴയ നിയമകാല വ്യവസ്ഥ. പാപബോധം ഒരുവനകത്തുണ്ടായാൽ ഒന്നുകിൽ ഒരു ആടിനെ യാഗമാക്കുന്നു, അല്ലെങ്കിൽ ഒരു കാളക്കുറ്റനെ, അല്ലെങ്കിൽ ഒരു പശുക്കിടാവിനെ. അത് ചുവന്നത് വേണമെന്ന് നിർബന്ധം. അല്ലെങ്കിൽ ഇതിനൊന്നിനും വകയില്ലാത്തവനാണെങ്കിൽ ഒരു കുറുമ്പ്രാവിനെയും കൂടെ വാങ്ങാൻ നിർവാഹമില്ലാത്തവൻ അന്നവന് കഴിക്കാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഗോതമ്പ് മാവ് അത് ഇടഞ്ഞെടുത്ത് നേരിയ മാവ് യാഗപീഠത്തിൽ കൊണ്ടുവന്ന് അതിനെ അർപ്പിക്കണം. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യാഗ നടപടികളിലൂടെയാണ് പഴയ നിയമ കാര്യപരിപാടികൾ പാപപരിഹാരത്തിന്, ദൈവപ്രസാദത്തിന് വേണ്ടി ചെയ്തിരുന്നത്. എന്നാൽ ആ നടപടികളെ പാടെ മാറ്റിയിട്ട് ദൈവം ഒരു പുതിയ വ്യവസ്ഥ സ്ഥാപിച്ചു. അതാണ് വിശ്വാസം, ക്രിസ്തുവേശുവിലെ വിശ്വാസം. 5 നയാപൈസയുടെ ചെലവില്ല, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ ദൈവം ആവിഷ്കരിച്ച ആ വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28, 29 വാക്യങ്ങളാണ്. യോഹന്നാൻ 6-ന്റെ 28, 29. 28 പരീശന്മാർ യേശുവിനോട് ദൈവം ഞങ്ങളിൽ പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശുവിൻ്റെ മറുപടി 29. എന്തുവാ യേശുവിൻ്റെ മറുപടി? നോക്കിക്കേ. ദൈവം അയച്ചവനിൽ നിങ്ങൾ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ആ വാക്യങ്ങൾ മറക്കല്ലേ. ദൈവം പ്രസാദിക്കാനുള്ള നടപടി എന്താ? ദൈവം പ്രസാദിക്കാനുള്ള ആചാരം എന്താ? ദൈവം പ്രസാദിക്കാനുള്ള അനുഷ്ഠാനം എന്താ? ദൈവം പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് കർമ്മം ചെയ്യണം? എന്ത് കർമ്മകാണ്ഡം ചെയ്യണം? ഞങ്ങളുടെ ദേഹം കൊണ്ട് ഞങ്ങൾ എന്ത് അധ്വാനിക്കണം ദൈവം പ്രസാദിക്കാൻ? യേശു പറയുന്നു, ആ ഇടപാടല്ല അവസാനിപ്പിച്ച് ഒരു പുതിയ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. ദൈവം അയച്ചത് ആരെയെന്ന് പറ? ദൈവം അയച്ചത് തൻ്റെ പുത്രനെയാണ്. ദൈവം അയച്ച തൻ്റെ പുത്രൻ. അതാണ് ക്രിസ്തു യേശു, രക്ഷാനായകൻ. ആ ക്രിസ്തുവിൽ എന്തോ ചെയ്യണമെന്നാ? വിശ്വസിക്കണം. ആ അയച്ചു എന്ന് പറയുന്നതിന് അല്പം വിശദീകരണം തരുന്നത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അതിന് 1-2 വാക്യങ്ങൾ ഓർത്തോണം. അയച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ 3:16 നമുക്കെല്ലാം പരിചയമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ അയച്ചു, നൽകി, തന്നു എന്നൊക്കെയുള്ള വാക്യം നമുക്കറിയാം. 3:16. പക്ഷേ ആ 3:16 പോലെ തന്നെ യോഹന്നാൻ 3:16 പോലെ തന്നെ ഗൗരവമായ, പ്രസക്തമായ, പ്രൗഢമായ ഒരു വാക്യമാണ് 1 തിമോത്തിയോസ് 3:16. അതാരും ശ്രദ്ധിക്കാറില്ല. യോഹന്നാൻ 3:16 എത്രമാത്രം പ്രസക്തമാണോ അത്രമാത്രം പ്രസക്തമാണ് 1 തിമോത്തിയോസ് 3:16 ആദ്യത്തെ വരി, ആദ്യത്തെ വാക്യം, ആദ്യത്തെ ഭാഗം, ആദ്യത്തെ വേദാംശം. എന്താണെന്ന് പറയുക? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ഭാഗം കണ്ടോ? 1 തിമോത്തിയോസ് 3:16. അവൻ ജഡത്തിൽ. ഈ അവൻ എന്നൊക്കെ പറയുന്നത് മലയാള വേദപുസ്തകത്തിൻ്റെ ഭാഷാന്തരത്തിൽ വന്ന ഒരു സ്ഖലിതമാണ്. എന്ന് പറഞ്ഞാൽ ഭാഷാന്തരത്തിൽ ഒരു തെറ്റാണ്. അവനെന്നൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ആ വാക്യത്തിൻ്റെ യഥാർത്ഥ പൊരുൾ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ദൈവത്തെയാണ് എന്തോ കയറി വിളിച്ചേക്കുന്ന മലയാളി. ആണ്ടതാ നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എഫെസ്യ ലേഖനമൊക്കെ വായിച്ചാൽ സങ്കടപ്പെട്ടു പോകും. അവൻ്റെ വിളിയാലുള്ള ആശ. അവിടെ അവനെന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്നറിയാവോ? പിതാവാം ദൈവത്തെയാണ്. അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം അതാരെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെയാണ്.
അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന്. അതാരാന്നറിയാമോ? അവിടുത്തെ അവൻ ക്രിസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം മലയാളി നെടുക കയറി വിളിക്കുക എന്തോന്ന്? അവൻ. അങ്ങനെ വേദോസത്യം വായിച്ച് നിൽക്കുന്ന കണ്ടില്ലോ. നീ എന്നും പറഞ്ഞാൽ നിൽക്കുക. പ്രാർത്ഥിക്കുന്നവർ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനകത്തൊരു 15 പ്രാവശ്യം ദൈവത്തെ നീ എന്നും നിൻ്റെ എന്നും പറയാറുണ്ട്. നിൻ്റെ കൃപ, നിൻ്റെ ശക്തി, നിൻ്റെ ദാസനെ നീ തന്നെ ഉപയോഗിക്കണേ. ചിലർ പ്രാർത്ഥിച്ച് മൈക്കും ലൈറ്റും എല്ലാം നീ പ്രവർത്തിപ്പിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം ആരെ ഏൽപ്പിക്കുക? നീ 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 നിൻ്റെ നിൻ്റെ എന്നുള്ള പ്രശ്നമാണ്. സ്തോത്രം. എന്നാ ഗുരുതരമാണെന്നറിയാം. പഴയ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ദീ ദൈ ദൗ അങ്ങനെ ഉള്ള പ്രയോഗമുണ്ട്. അങ്ങ് അവിടുന്ന് അവിടുത്തോട്. അത് വെട്ടിമാറ്റി ഇംഗ്ലീഷിൽ യു ആക്കിയപ്പം മലയാളത്തിൽ അതെന്തോ ആയി മാറി? നീയും നിൻ്റെയും അവൻ്റെയും ഒക്കെയായി. ഗുരുതരമാണ് ഇത്, ഗുരുതരമാണ്. നീയെന്നും നിൻ്റെ എന്നൊക്കെ കയറി വിളിക്കുന്ന ഗുരുതരമാണോ എന്നറിയാൻ ഒരു ഉദാഹരണമല്ല, ഒരു നടപടി ഞാൻ പറയാം. ഇന്ന് വീട്ടിൽ ചെന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീട്ടിൽ ചെന്ന് പപ്പായോട് ചോദിക്കണം, നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു? അപ്പനോട് ചോദിക്കണം. അമ്മയോട് ചോദിക്കണം, മമ്മി നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നില്ല, എവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കണം. അടിയുടെ പെരുന്നാളായിരിക്കും മോനെ. കോളിയൂർ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടുത്തെ റോഡിൽ ഇവിടുത്തെ സ്ഥലം SI നിൽക്കുക. നീ രാത്രിയിൽ എന്നെ ഇവിടെ നിൽക്കുന്നത് ചോദിക്കാവോ? 2 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി കിട്ടും. അലക്സ് പാസ്റ്റർ രാവിലെ വന്ന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോരും. ചാർജ് ചെയ്ത കേസ് എന്തോന്നറിയാമോ? SI നീ എന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥ. ഇതൊന്നും അറിയാതെ നമ്മൾ ദൈവത്തെ കയറി എന്തോ പറയുന്നത്. അപ്പോൾ 2 തിമോത്തിയോസ് 3:16 വന്നേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല വരേണ്ടത്, പിന്നെന്തോ ആണ്? ദൈവം. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ശ്രദ്ധിച്ചോണം, ദൈവശാസ്ത്രമാണ്. ദൈവം ആത്മാവാണ്. ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് രക്തം വേണ്ട, ജഡം വേണ്ട. ദൈവം ആത്മാവാണ്. വേണമെങ്കിൽ ശരീരത്തിൽ വരാമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മെപ്പോലെ ജഡവും രക്തത്തിലുമല്ല ദൈവം. അതുകൊണ്ട് ആ ദൈവം എന്തോ ഇതെന്ന വായിക്കുക, ജഡത്തിൽ വന്നു. എന്തിനായിരുന്നു ദൈവത്തിന് ജഡം? ദൈവത്തിന് ജഡം വേണ്ടിയത് എന്തിനാണെന്നുള്ളതിൻ്റെ ഉത്തമമായ ഉത്തരമാണ് 1 പത്രോസ് 3:18. പാപത്തിൻ്റെ ശിക്ഷ വഹിക്കേണ്ടതിനാണ് ജഡം വേണ്ടി വന്നത്. പാപത്തിൻ്റെ ആത്മാവിൻ്റെ മുഖത്ത് തുപ്പാൻ പറ്റില്ല, ആത്മാവിൻ്റെ മുഖത്ത് അടിക്കാൻ പറ്റില്ല, ആത്മാവിൻ്റെ തല തല്ലി കീറാൻ പറ്റില്ല, ആത്മാവിൻ്റെ പുറമടിച്ച് കീറാൻ പറ്റില്ല, ആത്മാവിനെ കാരിരും പാണി കൊണ്ട് കുരിശിൽ തറയ്ക്കാൻ പറ്റില്ല, ആത്മാവിന് ദേഹനൊമ്പരമേൽപ്പിക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം ജഡമെടുത്തു വന്നത്. 1 പത്രോസ് 3:18 മറക്കല്ലേ. നാമം നമ്മുടെ രക്ഷാകര പദ്ധതിയും തമ്മിലുള്ള അഭേദ്യ ബന്ധം സ്ഥാപിക്കുന്ന വാക്യമാണത്. 1 പത്രോസ് 3:18 ഓക്കെ. അപ്പം എന്തിനായിരുന്നു ജഡം? പാപത്തിൻ്റെ ശിക്ഷ വഹിക്കേണ്ടതിനാ. രക്തം എന്തിനായിരുന്നു? രക്തം ചൊരിയാതെ വിമോചനമില്ലെന്നൊരു പ്രമാണമുണ്ട്. അതെവിടെ? എബ്രായ ലേഖനം 9:22 വാക്യം. എബ്രായർ 9:22 പറയുന്നു, രക്തം ചൊരിയാതെ എന്തോ ഇല്ല, വിമോചനം. അപ്പം പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് എന്തോ വേണം? ജഡം വേണം. പാപത്തിൻ്റെ വിമോചനത്തിന് എന്തോ ചൊരിയണം? രക്തം. അതുകൊണ്ടാണ് ജഡരക്തത്തോടുകൂടെ ദൈവം ഇവിടെ അവതരിക്കുന്നത്. ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അവതാരമാണ് ഇൻകാർണേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതാണ് സത്യത്തിൽ ബത്ലഹേമിൽ നടന്നത്. ബത്ലഹേം ഗോശാലയിലാണെന്നൊന്നും പറയരുത്, അങ്ങനെ പുസ്തകത്തിലൊന്നും ബാക്കിയില്ല. വഴിയോരത്തെവിടെയോ. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് കിടത്താൻ വീടുകളിൽ തട്ടിമുട്ടി ചോദിച്ച സ്ഥലമില്ലായികയാൽ എവിടെ കിടത്തിയെന്ന പശുത്തൊട്ടിയിലല്ല ജന്മം നടന്നത്, വഴിയോരത്തെവിടെയോ ആണ് എന്ന് നാം തിരിച്ചറിയണം. അത് ബത്ലഹേമിൽ എവിടെയോ ആണ്. ബത്ലഹേം യെശയ്യാപ്രവചനം 9:6 വാക്യം അറിയാമല്ലോ. നമുക്കൊരു ശിശു, നമുക്കൊരു മകൻ. ശിശു ജനിച്ചത് എവിടെയാ? ബത്ലഹേമില്ല. മകനെ നൽകിയത് എവിടാ? ബത്ലഹേമിലല്ല, കാൽവറിയിലാണ്. ഈ 2 വാചകങ്ങൾക്കിടയിൽ 33.5 വർഷത്തെ ദൈർഘ്യമുണ്ടെന്ന് പഠിക്കണം. ക്രിസ്മസിന് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചോണ്ടാണ് നമ്മൾ പാടുന്നതും ആടുന്നതും ഒക്കെ. ശിശു ജനിച്ചു ബത്ലഹേമിൽ. മകനെ നൽകിയ ഒരു പിതാവ് നിഷ്കരുണം നമുക്ക് വേണ്ടി തകർക്കപ്പെടേണ്ടതിന്, അത് കാൽവറിയുടെ കൊലമരത്തിലാണ്. ഇത് രണ്ടിനുമിടയിൽ 33.5 വർഷം. അത് കഴിഞ്ഞുള്ളൊരു വാചകം നോക്കണം. ആധിപത്യം അവൻ്റെ തോളിൽ ഇരുന്നു എന്നോ ഇരിക്കുന്നു എന്നല്ല, ഇരിക്കും. അത് ഭാവിയെ ചൂണ്ടുന്നത്. അതിനിടയിൽ ഇനി എത്ര കാലമാണ് കിടക്കുന്നതെന്നറിയാമോ? അത് കർത്താവ്
ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന യുഗാന്ത്യ സംഭവത്തെക്കുറിച്ചാണ് പറയുക. മനസ്സിലായി, ദ ഗവൺമെൻറ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുക. പക്ഷേ ഈ വ്യാഖ്യാനത്തിൻ്റെ വസ്തുത അറിയാത്തവർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ക്രിസ്മസിന് ചെലവാക്കി കളയും. അത് തെറ്റാണ്. ശിശു ജനിച്ചു എന്നുള്ളത് നല്ലതാ, ക്രിസ്മസ്. അത് ഡിസംബർ 25 വേദപുസ്തകത്തിൽ അങ്ങനെ തെളിവൊന്നുമില്ല. ഡിസംബർ 25 ഒരു കാരണവശാലും പറ്റുന്ന കാര്യമല്ല. ലോകം മുഴുവനും പേർവഴി ചാർത്തണം, ജനം മുഴുവനും പേർവഴി ചാർത്തണം, അവരവർ ജനിച്ച നാട്ടിൽ വന്ന് പേർവഴി ചാർത്തണം. ഡിസംബറിൽ ആർക്കും അങ്ങനെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു മാസമല്ലത്. കൊടിയ ശൈത്യമാണ്, മഞ്ഞു വീഴുന്ന കാലമാണ്. നിറവയറോടുകൂടെ മറിയയും കൊണ്ട് യോസഫിന് നസറേത്തിൽ നിന്ന് 85 മൈൽ ദൂരം താണ്ടി വരാൻ ബത്ലഹേം വരെ എത്താൻ പറ്റിയ കാലാവസ്ഥയല്ലത്. അതുകൊണ്ട് വേദപുസ്തകത്തെക്കുറിച്ച് അല്പജ്ഞാനമുള്ളവർ ഡിസംബർ 25 ഈ കൊട്ടും കോഷവും കുരവയും നക്ഷത്രവിളക്കും ആടും പോത്തും കോഴിയും താറാവും പിന്നെ കള്ളും ഇതിനെ ഞങ്ങൾ പാടെ നിഷേധിക്കുന്നു. അതെങ്ങനെ വിശ്വാസി എങ്ങനെ നിഷേധിക്കുന്നു? വിശ്വാസിയുടെ വീട്ടുമുറ്റത്ത് നക്ഷത്രവിളക്ക് തൂക്കിയൊക്കെയല്ലേ. ആ പുള്ളിയും കോഴിയും ആടിനെ എല്ലാം വാങ്ങിച്ച് വലിയ ആഘോഷമായിട്ട് കാര്യം നടത്തുമ്പോൾ നിഷേധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകും. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഡിസംബറിൻ്റെ സകല ക്രിസ്മസ് ആഘോഷങ്ങളും ബൈബിളീകമല്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? പ്രൈസ് ദ ലോർഡ്. ആടിനെയും കൊണ്ട് ഇടയന്മാർ വെളിമ്പ്രദേശത്തായിരുന്നു. നടപ്പുള്ള കാര്യമല്ല ഡിസംബറിൽ. അത് കൊടിയ മഞ്ഞിൻ്റെ, പ്രത്യേകിച്ച് 25-ാം തീയതി നവംബർ 15 മുതൽ ഏതാണ്ട് ജനുവരി അവസാനം വരെ കൊടിയ മഞ്ഞാണ്. അത് കഴിഞ്ഞുള്ള മാസത്തിൽ എപ്പോഴോ ആണിത് സംഭവിച്ചത്. അപ്പോൾ ഈ പേർവഴി ചാർത്താനുള്ള യാത്രാ സൗകര്യം, ആടുകളെയും കൊണ്ട് ഇടയന്മാർ പുറത്തു കഴിഞ്ഞതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഡിസംബറേ അല്ലിത്. ഇനി വേറൊരു കാര്യം, ആദ്യത്തെ 3 സംവത്സരങ്ങൾ, 3 നൂറ്റാണ്ടുകൾ, സംവത്സരങ്ങളല്ല 3 നൂറ്റാണ്ടുകൾ ക്രിസ്മസ്, ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇടപാടേ ക്രൈസ്തവ സഭയ്ക്കില്ല. 4-ാം നൂറ്റാണ്ട് മുതലാണ് ഇത് തുടങ്ങിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം ബാബിലോണ്യ മതാചാര സങ്കല്പങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ ക്രൈസ്തവീകതയിലേക്ക് വന്ന് കയറിയപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചതെന്നുള്ള ചരിത്രം അറിയാതെ പോകരുത്. അത് പഠിക്കാൻ ഇംഗ്ലീഷ് ഭാഷ കൈവശമുള്ളവർക്ക് ടു ബാബിലോൺ എന്നൊരു പുസ്തകം ഞാൻ ശുപാർശ ചെയ്യുന്നു. 2 ബാബിലോൺ. അതെഴുതിയത് അലക്സാണ്ടർ ഹിസ്ലോപ്പ എന്നൊരു അനുഗ്രഹീത പണ്ഡിത ശ്രേഷ്ഠനാണ്. ഇനി ഇംഗ്ലീഷ് വശമില്ല, മലയാളമേ പറ്റൂ. അങ്ങനെയുള്ളവർക്കൊരു പുസ്തകം തരാം. അതാണ് മഹദിയാം ബാബിലോൺ എന്ന പുസ്തകം. കെ എബ്രഹാം സാറാണ് എഴുതിയത്. IPC എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. താൻ എഴുതിയ പുസ്തകമാണ് മഹദിയ. ഈ 2 പുസ്തകത്തിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചു മനസ്സിലാക്കുമ്പോൾ ബാബിലോണ്യ സംസ്കാരത്തിൻ്റെ മതാചാര ചടങ്ങുകളുടെ കുത്തൊഴുക്ക് ക്രൈസ്തവികതയിലേക്ക് വന്നപ്പോഴാണ് ഇതെല്ലാം ആയത് എന്ന് നാം അറിയണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരികയാണ്. ഇടയ്ക്ക് അങ്ങോട്ട് കയറിപ്പോയത് ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ജഡാവതാരമെടുത്ത ദൈവം പാർത്തലത്തിൽ വന്നതാണ് സത്യത്തിൽ യേശുവിൻ്റെ തിരുജനനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം മനുഷ്യനായി വന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എബ്രായർ 2:14-15 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ എന്തുവായെന്ന ജഡരക്തത്തോടു കൂടിയവൻ ആയി എന്ന് നമ്മൾ വായിക്കുന്നു. എബ്രായർ 2:14-15 വാക്യങ്ങൾ. ജഡരക്തമാണ് നമ്മൾ. അതുകൊണ്ടാണ് യേശുവൻ നമ്മെപ്പോലെ എന്തുവായി മാറിയത്? ജഡരക്തത്തോടു കൂടിയവനായി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോവുക. ക്രിസ്മസിൽ ഈ കള്ളും കോഴിയും താറാവും ആടും പോത്തുമെല്ലാം കൂടെ ആഘോഷമായി കഴിച്ചു കുടിച്ച് അങ്ങനെ ആമോദിക്കേണ്ടതല്ല. യേശുവിൻ്റെ ജനനം ഓർക്കുമ്പോൾ തന്നെ കണ്ണ് നിറയണം. കാരണം ആ ജനനം മരണത്തിന് വേണ്ടിയായിരുന്നു. മനസ്സിലായില്ലേ? യേശുവിൻ്റെ ജന്മനിയോഗത്തിൽ ഒരു മരണനിയോഗം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഈ കള്ളിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? കച്ചവട സംസ്കാരം ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ഈ മാസമാണ്. ഓണം കഴിഞ്ഞ പിന്നെ ക്രിസ്മസിനാണ്. അതിൻ്റെ പുറകെയൊന്നും ആഘോഷമായി നമുക്ക് പോകാൻ പറ്റില്ല. കാരണം യേശുവിൻ്റെ ജനനം, തിരുവവതാരം അത് ഓർക്കുമ്പോൾ തന്നെ അതിനകത്തൊരു മരണത്തിൻ്റെ ഭയാനകതയുണ്ട്. അതേതാ വാക്യം? മത്തായിയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ തങ്ങളുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ എന്തോ പേരിടണം? യേശു. ജനനത്തിന് മുമ്പേ പറയുക, നീ അവൻ യേശുവെന്ന് പേരിടണം. എന്തിനാ വരുന്നതെന്നറിയാമോ? ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന്
രക്ഷിപ്പാൻ, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ യേശു എന്ത് ചെയ്തേ പറ്റുള്ളെന്നറിയാമോ? തൻ്റെ ദേഹം കൊണ്ട് യാഗം നടത്തിയേ പറ്റൂ. അപ്പം ജന്മനിയോഗത്തിൽ തന്നെ ഒരു ദേഹയാഗത്തിൻ്റെ അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഈസ്റ്റർ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മനസ്സിലായോ? ബെത്ലഹേമിൻ്റെ ആ ആഘോഷ പരിപാടികളും ക്രിസ്മസ് രാവിൻ്റെ പാട്ടും പടക്കം പൊട്ടിക്കലും മാത്രമല്ല, കാൽവറിയിൽ നടക്കപ്പെടാൻ പോകുന്ന ഭയാനകമായിരിക്കുന്ന ത്യാഗസ്മരണയെ, ആ സഹന ത്യാഗങ്ങളെക്കുറിച്ച് കൂടെ ഓർക്കുമ്പോൾ നമുക്ക് ഈ ആഘോഷത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ആ തൃപ്പാദങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രവും സ്തുതിയും ആരാധനയും കണ്ണുനീരുമായിട്ടിരിക്കാനേ പറ്റുള്ളൂ. ആത്മബോധം മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് വിശ്വാസം? ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് വിശ്വാസം. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് പഴയ നിയമ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ മാറ്റിയിട്ട് ദൈവം തൻ്റെ പുത്രനെ ഇവിടേക്ക് നൽകി തന്നു. നാം ആ പുത്രനിൽ വിശ്വസിക്കണം. അതാണ് ദൈവവ്യവസ്ഥ. യേശുവെന്ന ദൈവപുത്രനിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. താങ്കൾ ആരായിക്കൊള്ളട്ടെ, ഏത് പാർട്ടിയിലാണോ താങ്കളുടെ വിശ്വാസം, താങ്കളുടെ അംഗത്വം, അതൊന്നും വിഷയമല്ല. കഴിഞ്ഞ ചില ദിവസങ്ങളുടെ മുമ്പ് നടന്ന ഇലക്ഷനിൽ താങ്കളുടെ സമ്മതിദാനാവകാശം ആഞ്ഞിടിച്ചുറപ്പിച്ചത് ആർക്കുമാകട്ടെ, പക്ഷേ ഈ വ്യവസ്ഥയിൽ നിന്ന് താങ്കൾക്ക് മാറാൻ പറ്റില്ല. യേശുവെന്ന ദൈവപുത്രനുള്ള വിശ്വാസം എന്ന വ്യവസ്ഥയിൽ നിന്ന് ജീവിതത്തിന് ധന്യത ഉണ്ടാകണമെങ്കിൽ, ഉത്തരമുണ്ടാകണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ. യേശുവിൽ വിശ്വസിക്കണമെന്ന് ഇത്ര കർക്കശമായി പറയാൻ കാരണം എന്താ? വേറെ ആരെങ്കിലും വിശ്വസിച്ചാൽ പോരെ? വേറെ ഏതെങ്കിലും ഒരു നാമത്തെ അംഗീകരിച്ചാൽ പോരെ? പോരാ. ഞങ്ങൾ പാടിയും പറഞ്ഞും നിങ്ങളെ ബോധ്യമാക്കുന്നു, യേശുവിൽ മാത്രം വിശ്വസിച്ചാലേ രക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്താ യേശുവിന് അതിൻ്റെ യോഗ്യത എന്നാണ് ഇനി ഞാൻ പറയാൻ പോവുക. യേശുവിന് അതിൻ്റെ യോഗ്യത എന്താ എന്ന് നാം അറിയണം. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന വസ്തുതയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. ലോകത്തിൽ എത്ര മഹാന്മാരുണ്ട്, എത്ര മഹാരഥന്മാരുണ്ട്, എത്ര ചിന്തകന്മാർ, ദാർശനിക പ്രബോധകന്മാർ, ചരിത്ര നായകന്മാർ, ഉരുക്കുമുഷ്ടി കൊണ്ട് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തി യുദ്ധക്കൊതിയന്മാരായ എത്രയെത്ര ആളുകൾ മാത്രമാണോ താത്വിക ചിന്തകൾ കൊണ്ട് ജനമനസ്സുകളെ കെടിലം കൊള്ളിച്ച, വിപ്ലവാശയങ്ങൾ കൊണ്ട് സാധാരണക്കാരനെ കൂടെ സമരംഗണത്തിലേക്ക് ഇറക്കിയ എത്രയെത്ര ആളുകളുണ്ട്. അവരിൽ ആരിലെങ്കിലും ഒരാളുടെ പിന്നാലെ പോയാൽ പോരെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നു. യേശു മാത്രമേ അതിന് ആധാരമായിട്ടുള്ളൂ. ഇതൊരുമാതിരി വാശിയൊന്നുമല്ല. വചനത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ അകത്ത് കിട്ടിയതുകൊണ്ടും ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകി ആത്മബോധം കൊണ്ടും ഉറക്കെ പറയുകയാ. യേശുവിനെക്കുറിച്ച് ഞാൻ ചിലത് പറയാം. യേശു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല. യേശു ഏകസത്യ ദൈവമാണ്. അതുകൊണ്ടാണ് യേശുവിനെ മാത്രമെന്ന് ഞങ്ങൾ പറയുന്നത്. സ്തോത്രം. 2, യേശു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, യേശു ഏക കർത്താവാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒത്തിരി കർത്താക്കന്മാരെ താങ്കൾക്കറിയാം, പക്ഷേ കർത്താവ് എന്ന നാമധേയത്തിന് യോഗ്യനായവൻ ഒത്തിരിയില്ല, ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. 3, ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിലൊരു രക്ഷകനല്ല, യേശു ഏകരക്ഷകനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഏകരക്ഷകൻ. അപ്പോൾ ഇവിടെ രക്ഷകന്മാർ താങ്കൾ അംഗീകരിക്കുന്നില്ലെന്ന് എന്നോട് ചോദിക്കാം. ചരിത്രബോധമുള്ള എനിക്ക് ചില രക്ഷകന്മാരെ നിരാകരിക്കാൻ പറ്റില്ല, അംഗീകരിച്ചേ പറ്റുള്ളൂ. സാധാരണക്കാരന് ജീവിക്കുവാനുള്ള വഴി ഉപദേശിച്ചു കൊടുത്ത് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത ജോലിയുടെ അർഹമായ കൂലി മുതലാളിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ നമ്മളെ പ്രബുദ്ധരാക്കേണ്ടതിന് വന്നിട്ടുള്ള ഒത്തിരി രക്ഷകന്മാരുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമികൾ, അയ്യൻകാളി, മഹാത്മാ അയ്യങ്കാളി അവറുകൾ, മന്നത്ത് പത്മനാഭൻ അവറുകൾ, ഇങ്ങനെ ഒത്തിരി രക്ഷകന്മാരുണ്ട്. ഓക്കെ, അവരൊക്കെ നമുക്ക് ചെയ്തത് പുണ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദാത്ത വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടതിന്, അവകാശ സമരങ്ങളെ നേടേണ്ടതിന് അവർ നമ്മളെ പ്രബുദ്ധരാക്കി. അവരെയൊക്കെ ചരിത്രബോധമുള്ള ഞാൻ ആദരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദരിക്കുക മാത്രമല്ല, ആരാധിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ ക്രിസ്തു മാത്രമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടെന്നറിയാമോ?
ഈ പറഞ്ഞ രക്ഷകന്മാരൊക്കെ നമ്മളെ ചെളിക്കണ്ടത്തിൽ നിന്ന് കയറ്റിയവരും അല്ലെങ്കിൽ ചെളിയിൽ ഇറങ്ങിയതിന് അർഹമായ കൂലി മുതലാളിയിൽ നിന്ന് വാങ്ങാൻ പ്രേരിപ്പിച്ചവരും അക്ഷരാധികാരം, കീർത്തനാധികാരം, സാഹിത്യാധികാരം സവർണവർഗത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധാരണക്കാരനും കൂടെ കീഴാളനും കൂടെ ലഭിക്കപ്പെടാൻ ഇവരൊക്കെ സമരമുണ്ടാക്കിയത് കൊണ്ട് അവരൊക്കെ രക്ഷകന്മാരാ. പക്ഷെ ഞാൻ ആരാധിക്കുന്ന രക്ഷകനുണ്ടല്ലോ, ആദരിക്കുക മാത്രമല്ല ആരാധിക്കുകയും കൂടെ ചെയ്യുന്ന രക്ഷകനുണ്ടല്ലോ. എന്നെ ചേറ്റുകണ്ടത്തിൽ നിന്ന് കയറ്റിയത് മാത്രമല്ല, എന്നെ നരകക്കുഴിയിൽ നിന്ന് കരയേറ്റിയവനാ, എന്നെ എല്ലാവിധമായ ശിക്ഷാ നടപടികളിൽ നിന്ന് വിടുവിച്ചവനാ, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് എന്നെ ദൈവോന്മുഖനാക്കി മാറ്റിയത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചവനാ. അതുകൊണ്ട് ആ രക്ഷകനെ ആദരിക്കുക മാത്രമല്ല ആരാധിക്കുക കൂടെ ചെയ്യുന്നു. ആ ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ അടുത്ത യോഗ്യത, നാലാമത്തെ യോഗ്യത, യേശു അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അവതാരമെന്ന സംസ്കൃത പദത്തിൻ്റെ തനിമയാർന്ന അർത്ഥം നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വരിക, തല്ലാനും കൊല്ലാനും ചവിട്ടിപ്പൊളിക്കാനും തകർക്കാനും വേണ്ടിയല്ല, നല്ലത് ചെയ്യുവാൻ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കൊല്ലാനും തല്ലാനും തിന്നാനുമല്ല വന്നത്, ജീവൻ തരാൻ. അത് അല്പമായിട്ടല്ല, സമൃദ്ധിയായി ജീവൻ തരാൻ. അബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. യേശുവിന് വേണ്ടി ഇത്രയും ആവേശമുണ്ടാകുന്നതിൻ്റെ കാരണം യേശു സമൃദ്ധിയായി നമുക്ക് ജീവൻ തന്നു. വെളിച്ചം തരാൻ, ജീവൻ തരാൻ, സൗഖ്യം തരാൻ, വിടുതൽ തരാൻ, വീണ്ടെടുപ്പ് തരാൻ, മുക്തി, മോക്ഷം, സായുജ്യം, ശാന്തി, സമാധാനമടക്കമുള്ളത് നമുക്ക് തരാനാണ് വന്നത്. അതുകൊണ്ട് അവതാര ഉദ്ദേശം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അടുത്തത്, മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല യേശു, യേശുവാണ് ഏക മധ്യസ്ഥൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? ഞങ്ങൾക്ക് വേണ്ടി കൂടെ അപേക്ഷിക്കണമേ എന്ന് 100,000 പേരോട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് വേദപുസ്തകത്തിൽ ഒരു കുഞ്ഞു വാക്യം കൊണ്ടുപോലും തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരുമില്ല മധ്യസ്ഥനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ ഒരുവനേ ഉള്ളൂ, നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത ക്രിസ്തു യേശു. നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല എന്ന് ബൈബിൾ പറയുന്നു. എബി എബ്രഹാം അല്ലത് പറയുന്നത്, ബാലു കോവളമല്ല പറയുക, ജോയി കോവളമല്ല പറയുക, ഇവിടുത്തെ പാസ്റ്റർ അലക്സ് അല്ല പറയുക, ഞങ്ങൾ ആരുമല്ല പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു മാത്രം. ആ ഒരു ആവേശത്തെ നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഏകമധ്യസ്ഥനാണ് യേശു. യേശു ഏകമധ്യസ്ഥനായ ഏക രക്ഷകനാണെന്നൊക്കെ എത്രയോ കാലം മുതൽ ഞങ്ങൾ ഉപദേശിമാർ കണ്ടക്ഷോഭം ചെയ്യുന്ന കാര്യമാണ്. അന്നേരം ഒന്നും പിടികിട്ടാത്ത കാര്യം ഈ അടുത്ത കാലത്ത് ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലായത് മറിയ സഹരക്ഷക അല്ലെന്നുള്ള കാര്യം. ഇത് ഉപദേശിമാർ ഞങ്ങൾ എത്രയോ കാലം കവലകൾ തോറും പറഞ്ഞ കാര്യമാണെന്നറിയോ? സ്തോത്രം. ഞങ്ങളുടെ റീമ ഗോസ്ബൽ ചർച്ചിൻ്റെ ഔദ്യോഗിക സ്ഥാനിയായ ദൈവദാസൻ പരസ്യോഗ പ്രിയനാണ്. കവലകളിൽ പരസ്യോഗം നടത്തുക, കൺവെൻഷന് പ്രസംഗിക്കുന്നതിനേക്കാൾ, കൺവെൻഷൻ നടത്തുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം പരസ്യോഗമാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടുന്ന് അങ്ങ് കോഴിക്കോടും കോട്ടയത്തും ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ വന്ന് യോഗം നടത്തിക്കളഞ്ഞു. അതിർത്തി മാറി വെടിവെക്കുകയാണെന്ന് പറയുന്ന പോലെ. സ്തോത്രം. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്ന് അങ്ങോട്ടും വരാൻ ആൾ വേണമല്ലോ, തീർച്ചയായും. അവിടെയൊക്കെ അദ്ദേഹം വന്ന് പരസ്യോഗം നടത്തി. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞങ്ങൾ ഈ പരസ്യോഗത്തിലൂടെയും അല്ലാതുള്ള യോഗത്തിലൂടെയൊക്കെ വിളിച്ചു പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ. അന്നേരം കുറേ ആളുകൾ പറയും യേശു മാത്രമല്ല, ഞങ്ങളുടെ മറിയയും സഹരക്ഷകയാണെന്നാണ് പറഞ്ഞ്. ഇപ്പം ബോധം ഉണ്ടായി അല്ലെന്ന്. മനസ്സിലായല്ലോ? ഇത് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായ ബോധമാണ്. ആ ബോധം ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഏകരക്ഷകനാണ് ക്രിസ്തു, ഏക മധ്യസ്ഥനാണ് ക്രിസ്തു, ഏക ആരാധ്യനാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അതുകൊണ്ട് വേദപുസ്തകത്തിൽ വളരെ ശക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഓ, അതെന്നാ ശക്തമാണെന്നറിയോ? നിന്റെ ദൈവമായ കർത്താവിനെയും ആരാധിക്കാനല്ല, അങ്ങനെ ഒരു ഉമ്മില്ല അതിനകത്ത്. പിന്നെന്തോ പ്രയോഗം? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ മാത്രമെന്നുള്ളതിനാണ് വില. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മണ്ണിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്.
സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്. മനസ്സിലായി? ഒഴുകുന്ന പുഴയെ ആരാധിക്കരുത്, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ ആരാധിക്കരുത്, പടർന്നു കത്തുന്ന തീജ്വാലയെ ആരാധിക്കരുത്, വിഷപ്പാമ്പുകളെയോ പ്രാണിവർഗ്ഗങ്ങളെയോ പറവവർഗ്ഗങ്ങളെയോ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെയോ നാട്ടുമൃഗങ്ങളെയോ ആരാധിക്കരുത്, യക്ഷിഭൂത പ്രേത പിശാചുക്കളെ ആരാധിക്കരുത്, മരിച്ചുപോയവൻ്റെ പ്രേതത്തെ ആരാധിക്കാൻ പാടില്ല, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ആരാധിക്കരുത്. അരുത് അരുത് അരുതെന്നുള്ള ഒത്തിരി കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, ആരെ വേണം ആരാധിക്കാൻ? അതിനൊറ്റ ഉത്തരം, ഇതിനെയെല്ലാം പടച്ച തമ്പുരാൻ ഒരുവനുണ്ട്, സൃഷ്ടി ചെയ്ത ഒരുവനുണ്ട്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധ്യൻ ക്രിസ്തു മാത്രം. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഉറക്കെ പറയാൻ ഞങ്ങൾ ഒരുമിച്ച് നാട്ടുകാരോട് പറയുന്നു, ആരാധനയിൽ പിഴവ് പറ്റിയാൽ ജീവിതം പിഴച്ചുപോയി. ആരാധനാ മനോഭാവത്തിൽ താങ്കൾക്ക് അലക്ഷ്യം വന്നുപോയാൽ ജീവിതം തന്നെ പാളിപ്പോകും. അത് വരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു ആരാധന ഇവിടെ ഉയർത്തുന്നു. മനസ്സ് തുറന്ന് വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, പുകഴ്ത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരുവൻ മാത്രമേ, യേശു ക്രിസ്തുവാൻ. ഹല്ലേലൂയ! നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. നാളെ നമ്മുടെ ആരാധനയുടെ ദിവസമല്ലേ? 2026 ആണ്ടിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ആരാധന. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ചിട്ട് ഇവിടെ കാണും, രാവിലെ ജോയി കോവളത്തിൻ്റെ കൂടോ ഇവിടെ അലക്സ് പാസ്റ്റർ കൂടോ ബാലു കോവളം പാസ്റ്റർ കൂടോ ഒക്കെ ആരാധിച്ചിട്ട് രാവിലെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് വന്നാൽ പോരെന്ന് ഞാൻ എൻ്റെ സഭയോട് ചോദിച്ചു. പൊന്നച്ച, 2026 ആണ്ടിൻ്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ആരാധന പാസ് ഇല്ലാതെ ആരാധിക്കാനോ? രാത്രി ഇവിടെ വന്നേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. പാസ്റ്ററോടുള്ളവരുടെ ഒരു താല്പര്യമാണ്. രാത്രി 2-3 ദേവദാസന്മാരുണ്ട് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു അവരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പോരാ, ആദ്യത്തെ ഞായറാഴ്ചയിൽ പാസ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ രാത്രി തന്നെ എനിക്ക് മടങ്ങിപ്പോയേ പറ്റൂ. നാളെ ആരാധനയ്ക്ക് വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. യോഹന്നാൻ 4:24 ഇങ്ങനെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവരെങ്ങനെ ആരാധിക്കണം? ആത്മാവിലും. ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? സത്യത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ സത്യവചന പ്രകാരമുള്ള ആരാധന, സത്യവചന അധിഷ്ഠിതമായ ആരാധന, സത്യത്തിന് അനുസാരമായ ആരാധന, വചന വ്യവസ്ഥിതി വിട്ടല്ല നമ്മൾ ആരാധിക്കുക, വചനപ്രകാരം. ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ആത്മാവിലെ ആരാധന എന്താണെന്നറിയണമെങ്കിൽ 4 വാക്യങ്ങൾ കൂട്ടിച്ചേർക്കണം. ഒന്ന്, റോമർ 1:10, എൻ്റെ ആത്മാവിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം. എവിടെ ആരാധിക്കുന്നേ? എൻ്റെ ആത്മാവ്. റോമർ 1:10. അതിൻ്റെ കൂട്ടത്തിൽ ഫിലിപ്പിയർ 3:3 ചേർക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഈ 2 വാക്യങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിക്കണം. എൻ്റെ ആത്മാവും പിന്നെ ഏതാ? ദൈവത്തിൻ്റെ. റോമർ 1:10, ഫിലിപ്പിയർ 3:3. എൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ ആത്മാവിലേക്ക് ആര് വരണം? ദൈവത്തിൻ്റെ ആത്മാവ്. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ സമ്മേളിക്കുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. അതിന് കീബോർഡ് ഇല്ലെങ്കിലും റിതംപാടില്ലെങ്കിലും തമ്പേർ ഇല്ലെങ്കിലും എൻ്റെ ആത്മാവും ദൈവാത്മാവും കൂടെ സമ്മേളിച്ചാൽ ആരാധന വെളിപ്പെടും. മനസ്സിലായോ? എന്നാൽ മൂന്നാമത് ഒരു വാക്യം കൂടെ ചേർക്കണം എൻ്റെ കൂട്ടത്തിൽ. അത് റോമർ 12:1. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ, ബാക്കി പറ, പാട്ടുപുസ്തകങ്ങളെ, വേദപുസ്തകങ്ങളെ, സംഗീത ഉപകരണങ്ങളെ അല്ല, പിന്നെ എന്തിനെ? നമ്മുടെ ആത്മാവ് അധിവസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. അപ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ശരീരം വിശുദ്ധമാകണം, പവിത്രമാകണം, പരിപാവനമാകണം, അനന്യമാകണം, നീതിയാകണം. അരുതരുതാത്തത് തൊട്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മുട്ടിയിട്ടില്ല, തട്ടിയിട്ടില്ല, ഉരുമിയിട്ടില്ല, ഒരഞ്ഞിട്ടില്ല, ചാഞ്ഞിട്ടില്ല, ചരിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വേണം ശരീരത്തിന്. മനസ്സിലായോ? ശനിയാഴ്ച വൈകിട്ട് വരെ അതുവഴി ഇതുവഴിയൊക്കെ ചാടി നടന്ന് എന്തും കഴിച്ചു, കുടിച്ചു, കണ്ടു, കേട്ടു, അതിലെ പോയി ഇതിലേ വന്നു, രാത്രികൾ പകലുകളൊക്കെ ദൈവത്തിന് പ്രസാദമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചിട്ട് രാവിലെ ഒരു വെള്ള ഷർട്ടും വെള്ളമുണ്ട് ഉടുത്തോണ്ട് ആലയത്തിൽ വന്നാൽ ആരാധനയാകത്തില്ല. ശരീരം വിശുദ്ധമാകണം. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പം 3 വാക്യം പറഞ്ഞു. 1, എൻ്റെ ആത്മാവ്. 2, ആരുടെ ആത്മാവ്?
ദൈവാത്മാവ്. എൻ്റെ ആത്മാവിലേക്ക് ദൈവാത്മാവ് വരണമെങ്കിൽ എൻ്റെ ശരീരം എന്തുവാകണം? ശുദ്ധമാകണം. അടുത്ത ഒരു വാക്യം കൂടെ, 2 തിമോത്തിയോസ് 1:4. 2 തിമോത്തിയോസ് 1:4 പറയുന്നു, നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കണം. മനസാക്ഷി അപ്പോൾ എന്തുവാകണം? ആരോടും കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം, സ്വാർത്ഥത, അസൂയ ഒന്നുമില്ലാത്ത ഒരു മനസാക്ഷിക്ക് ഉടമയായെങ്കിലേ ആരാധന വെളിപ്പെടുത്തുള്ളൂ. ഇത് മിണ്ടാട്ടമില്ലായ്മ, ഉരിയാട്ടമില്ലായ്മ സൂക്ഷിച്ച് വഴക്കുണ്ടാക്കിയിട്ട് വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ആരും എവിടെ വരാൻ പാടില്ല? ആരാധനാലയത്തിൽ വരരുത്. 4 വാക്യങ്ങൾ കിട്ടിയവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഞായറാഴ്ചയുടെ തലേ ദിവസമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒന്ന് റോമർ 1:10, അടുത്തത് ഫിലിപ്പിയർ 3:3. എൻ്റെ ആത്മാവും പിന്നെ ദൈവാത്മാവും. അടുത്തത് എൻ്റെ ശരീരം, റോമർ 12:1. അടുത്തത് എൻ്റെ മനസാക്ഷി, 2 തിമോത്തിയോസ് 1:4. നിർമ്മല മനസാക്ഷി. ഇത് 4ഉം കൂടി ഒരുമിച്ച് സമുന്നയിക്കപ്പെടുമ്പോഴാണ് ആരാധനയ്ക്ക് നമ്മൾ യോഗ്യരാകുന്നത്. സ്തോത്രം. ഇങ്ങനൊരു വാക്യം കണ്ടിട്ടുണ്ടോ? കോളിയൂരുകാർ കണ്ടിട്ടുണ്ടേ പറയണേ. ഞാൻ വാക്യം പറയാം, റെഫറൻസ് പറയണം. ഓക്കെ, ആര് പറഞ്ഞാലും കുഴപ്പമില്ല. വാക്യം ഇങ്ങനെയാണ്: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, നിന്നോട് കരുണ കാണിക്കയില്ല, നിൻ്റെ കടാക്ഷം എങ്കിൽ നിന്ന് നീക്കിക്കളയും. അങ്ങനൊരു വാക്യം കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെയുള്ള പെന്തക്കോസ്ത്യൻ ജീവിതത്തിൽ ഈ വാക്യം കാണാതാണോ ആലയത്തിൽ കയറി ഇറങ്ങിയത്? തല്ല് വാങ്ങിക്കും ദൈവത്തിൽ നിന്ന്. വാക്യം കേട്ടോ? നിൻ്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും. അപ്പോൾ വെറുപ്പും മ്ലേച്ഛത ഉള്ളവൻ എവിടെ വരാൻ പാടില്ല? ആലയത്തിൽ വരരുത്. വെറുപ്പോടും മ്ലേച്ഛതയോടും കൂടെ ആലയത്തിൽ വന്നാൽ ദൈവം പറയുന്നു എന്നാണ്. ദൈവത്തെക്കാൾ വലിയൊരാളില്ലാത്തതുകൊണ്ട് ദൈവം ദൈവത്തെ തന്നെ സത്യമായി പറയുന്നു, എന്നാണ് ഞാൻ നിന്നെ ആദരിക്കത്തില്ല, ഞാൻ നിന്നോട് കരുണ കാണിക്കത്തില്ല, എൻ്റെ കടാക്ഷം നിങ്കിൽ നിന്ന് നീക്ക്. അപ്പോൾ ആരാധനാലയത്തിലേക്കുള്ള വരവെത്ര ഗൗരവമാണെന്ന് പഠിച്ചേ. വെറുപ്പുള്ളവരെവിടെ വരരുത്? ഞായറാഴ്ച രാവിലെ വഴക്കുണ്ടാക്കിയിട്ട് ആലയത്തിൽ വരുന്ന പുള്ളികളുണ്ടല്ലോ. വഴക്കുണ്ടാക്കി അച്ഛനും അമ്മമ്മയും കൂടെ. പള്ളിപ്പോൾ നേരമില്ല, ഞാൻ പറയാമെന്നാണ് പറഞ്ഞ്, ഞാൻ പോയിട്ട് വരട്ടെന്ന്. ആരാധന കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇതിവിടെ തീരുന്നില്ല, എപ്പിസോഡ് ഉച്ചയ്ക്ക് ശേഷം തുടരുന്നതായിരിക്കുമെന്നാണ്. അങ്ങനെ 2 പേർ ആലയത്തിൽ വന്നാൽ എങ്ങനെ വരുന്നേ? വെറുപ്പോടുകൂടിയാണ്, വിദ്വേഷത്തോടുകൂടി, പിണക്കത്തോടുകൂടി. അങ്ങനെ ഒരാൾ ആലയത്തിൽ വന്നാൽ അവൾ നിമിത്തം, അവൻ നിമിത്തം ആലയം എന്ത് ചെയ്തു പോയി? പിന്നെ കൂട്ടത്തിൽ മ്ലേച്ഛത. മ്ലേച്ഛതയ്ക്ക് 2 അർത്ഥമാണ്. ഒന്ന് അന്യദൈവാരാധന. കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ കർത്താവിനെ അല്ലാതെ വേറെ പലതിനെയും ചിലതിനെയും കുമ്പിട്ട് നമസ്കരിച്ച് അവിടെ സ്വോത്ര കാണിക്ക ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിനെ എന്തോ വിളിക്കണം? മ്ലേച്ഛത. ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ആവാഹനങ്ങളെയോ സങ്കല്പ ശക്തികളെയോ ഏതെങ്കിലും ദേവതമാരെയോ ദേവന്മാരെയോ മൂർത്തികളെയോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അത് മ്ലേച്ഛതയാണ്. അങ്ങനെ ഒരു ആരാധന ദൈവം പ്രസാദിക്കത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ വരുന്നവന് പണി ദൈവം ഉറപ്പാക്കും. മ്ലേച്ഛതയ്ക്ക് 2മതൊരർത്ഥമുണ്ട്: നിയമവിരുദ്ധ ലൈംഗികത. ശരീരത്തെ ലൈംഗിക പാപത്തിന് വിട്ടുകൊടുക്കുന്നവൻ ആലയത്തിൽ വരാൻ പാടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ലൈംഗികത ദൈവം അനുവദിക്കുന്നത്. പക്ഷേ ഭാര്യ അറിയാതെ ഭർത്താവോ, ഭർത്താവ് അറിയാതെ ഭാര്യയോ, വിവാഹത്തിന് മുൻപ് യുവതി യുവാക്കന്മാരോ ലൈംഗികതയ്ക്ക് ശരീരത്തെ വിട്ടുകൊടുത്താൽ അതാണ് മ്ലേച്ഛത. മനസ്സിലായി? അതോ ചെയ്തവൻ, അതിൽ ഏർപ്പെട്ട വ്യക്തി, ആണായാലും പെണ്ണായാലും എവിടെ വരരുത്? ആലയത്തിൽ വന്നാൽ ആലയം അശുദ്ധമായി പോയി. കണ്ടോ? അപ്പം ഈ വിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. കർത്താവ് ആരാധ്യനാണ്, ഏക ആരാധ്യൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടെ ഒരു പുനർവിചാരണ അനിവാര്യമാണ്. എന്താ? ഞാൻ നന്മ പ്രാപിക്കാത്തത്, ഗതി ഉണ്ടാകാതൊക്കെ പോകുന്നതിൻ്റെ കാരണം ഞാൻ എൻ്റെ ആരാധനയിൽ വികല്പമാണോ, വൈകൃതമാണോ, വൈകല്യമാണോ എന്ന് ഒരു പ്രാവശ്യം കൂടെ അന്വേഷിച്ചിട്ട് നാളെ ആലയത്തിൽ കയറാവും. ഞാൻ ആരോടാ ക്ഷമ പറയേണ്ടത്, ഞാൻ ആരോടാ ഒരു സോറി പറയേണ്ടത് എന്ന കാര്യം അന്വേഷിക്കണം. ഭാര്യയോടാണോ, ഭർത്താവിനോടാണോ, പപ്പയോടാണോ, മമ്മിയോടാണോ, മക്കളോടാണോ, അയൽവാസിയോടാണോ, സഹോദരവർഗത്തോടാ, ആരോടോ ഞാൻ അകന്നുപോയത്? ആ അകൽച്ച അടുപ്പിച്ചിട്ട് വേണം ആലയത്തിൽ വരാൻ. അല്ല, വാക്യം കിട്ടിയോ? ഇല്ലല്ലോ. യെഹെസ്കേൽ പ്രവചനം 5:11. ബാലുപാസ്റ്ററുടെ ജാമ്യത്തിൽ എല്ലാവരും വെറുതെ വിട്ടിരിക്കുന്നു.
ബാലുപാസ്റ്ററാണ് നിങ്ങളെ രക്ഷിച്ചത്. യെഹെസ്കേൽ 5:11 മറന്നു പോകരുത്. സ്തോത്രം. ആ വാക്യം വളരെ ഗൗരവമാണ്. ആ യെഹെസ്കേൽ 5:11 ഭാഷ്യമാണ് മത്തായി 5:23 കർത്താവ് പറയുന്നു, നീ യാഗം കഴിക്കാൻ ആലയത്തിൽ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ എന്തോ ചെയ്യണം? യാഗവസ്തു അവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം അവനോട് നിരന്നിട്ട് വന്ന് യാഗം കഴിച്ചാൽ മതി. അല്ല, സഭായം കഴിഞ്ഞ് പോകുമ്പം നിരക്കാനല്ല പറയുക, ആദ്യം നിരപ്പ് നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറയുക. അപ്പോൾ യെഹെസ്കേൽ 5:11 തന്നെയാണ് മത്തായി 5 കർത്താവ് പറയുന്നത്. വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ യേശു ആരാന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആരാധ്യനാന്ന് പറഞ്ഞത്, ഏകനായകനായ, ഏകയോഗ്യനായ, ഏക പരിശുദ്ധനായ, വിശ്വാസം വന്ന ശേഷമോ. കണ്ടോ വാക്യം? വിശ്വാസം. ഈ 2 വാക്യങ്ങളെ ശ്രദ്ധിച്ചോണം. പൗലോസിൻ്റെ എഴുത്തിൻ്റെ ഭംഗി ഭയങ്കരമാണ്. പൗലോസിൻ്റെ ദൈവശാസ്ത്ര ആവിഷ്കാരം വളരെ ഗംഭീരമാണ്. 3:23 പറയുന്നു, വിശ്വാസം വരും മുൻപേ. അപ്പം നമുക്കെല്ലാം ഒരു കാലമുണ്ട്. ഏത് കാലമാണ്? വിശ്വാസം. ക്രിസ്തുയേശുവിൽ വിശ്വാസം നമ്മിലേക്ക് വരുന്നതിന് മുൻപൊരു കാലം, അതിനെ ക്രിസ്തുരഹിത കാലം, ദൈവരഹിത കാലം, ദൈവരാഹിത്യത്തിൻ കാലം, അനാത്മികതയുടെ കാലം, അധാർമികതയുടെ, അസാൻമാർഗികതയുടെ കാലം, അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ അധമകാലം. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അതുകൊണ്ടാണ് കള്ളു കുടിച്ചത്, അതുകൊണ്ടാണ് പുക വലിച്ചത്, അതുകൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങൾ, അതുകൊണ്ടാണ് വഴക്ക, വക്കാണം, ലോക്കപ്പ്, കോടതി, പോലീസ്, വക്കീല് ഒക്കെ ആയിട്ട് നടന്നത്. അതേത് കാലമായിരുന്നു? വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. ജഡമുതിർത്തുവിടുന്ന പാപരാഗ വിചാര വികാര വിക്ഷോഭങ്ങൾക്കനുസരിച്ച് നടന്നിരുന്നു. കണ്ടു, കേട്ടു, തൊട്ടു, പിടിച്ചു, എടുത്തു, കഴിച്ചു, കുടിച്ചു, ആസ്വദിച്ചു, ആമോദിച്ചു, ആനന്ദിച്ചു, ആഹ്ലാദിച്ചു, ആഘോഷമായി നടന്നു. ഈ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലായിരുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധമില്ലായിരുന്നു, ഇന്നു മരിച്ചാൽ നിത്യത എവിടെയെന്നുള്ളത് അജ്ഞാതമായിരുന്നു. ആ കാലമാണ് ഏത് കാലം? അധമകാലം, അഥവാ ക്രിസ്തുരഹിത കാലം, അഥവാ വിശ്വാസപൂർവകാലം. ഇനി 25 വാക്യം നോക്കി. വിശ്വാസം വന്ന ശേഷം, അതാണ് വിശ്വാസാനന്തരകാലം. അതിനെ ഉത്തമകാലമെന്ന് പറയണം. മറ്റേത് കാലമായിരുന്നു? അധമകാലം. ഇതേത് കാലമാണ്? അപ്പം നിങ്ങൾ തന്നെ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ അധമകാലത്തിലാണോ ഉത്തമകാലത്തിലാണോ? ഉത്തമകാലത്തിലാണെങ്കിൽ നമ്മളിൽ എന്തോ ഉണ്ട്? വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മിലെ പ്രവൃത്തികൾ അധമമാണെങ്കിൽ നമ്മൾ എവിടെ വന്നിട്ടില്ല? വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ കുറിവാക്യം മറന്നു പോകും. ഓരോ ചിന്ത പഠിക്കുമ്പോഴും കുറിവാക്യം മറക്കരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. ഇപ്പോഴും കുശുമ്പും കുന്നായ്മയും അസൂയയും സ്പർദ്ധയും വഴക്കും, നാത്തൂനും അമ്മാവിയമ്മയും മരുമകളും, അമ്മാവിയപ്പനും മരുമകനും, ചേട്ടനും അനിയനും, ചേട്ടത്തി അനിയത്തിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയും കലഹവും ആണെങ്കിൽ ഓർത്തോണം എവിടെ വന്നിട്ടില്ല? പാട്ടും അന്യഭാഷ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സിയോൻ ഗീതാവിലെ പാട്ട് മൊത്തം പുസ്തകം തുറക്കാതെ കാണാൻ അറിയാം. 150 സങ്കീർത്തനെ ദാവീദും ആസാഫും എല്ലാം കൂടി എഴുതിയുള്ളല്ലോ. 10 കൂടി എഴുതിയാലും ഞാൻ കാണാതെ പഠിച്ചേനെ എന്നുള്ള പരാതിയുമായിട്ട് നടക്കുക. പക്ഷേ ഇന്ന് വരെയും മനസ്സിൽ എന്തോ ഇല്ല, ഐക്യതയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, സഹനം, ക്ഷമ ആദിയായതൊന്നുമില്ല. സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ ഒന്നും കഴിയുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളമാണെങ്കിൽ ഓർത്തോണം നമ്മൾ എവിടെ വന്നിട്ടില്ല. സ്തോത്രം. വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ പരിവർത്തനമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. ഈ ഗലാത്യലേഖനം 3:23 3:25 ഇടയിൽ നമ്മളെ നിർത്തണം. എന്നിട്ട് നമ്മുടെ പിന്നിലെ കാലങ്ങൾ, നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ തമ്മിൽ എന്തോ ചെയ്യണം? താരതമ്യം ചെയ്യണം. വിശ്വാസത്തിന് വരുന്നതിന് മുൻപ് ഞാൻ കള്ളുകുടിക്കുമായിരുന്നു, ഇപ്പം കള്ളുകുടിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വേറെ പല ദുസ്വഭാവങ്ങളും നമ്മിൽ കൂടിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ദാമ്പത്യമൊക്കെ സുതാര്യമാണോ? ഭാര്യയ്ക്ക് 100% വിശ്വസിക്കാൻ പറ്റുമോ താങ്കളെ? ഭർത്താവിനെ 100% വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യയെ 100% വിശ്വസിക്കാൻ പ്രാപ്തമാണോ? അവൾ അറിയാതെ ചിലതൊക്കെ ഒളിപ്പിക്കുവാനൊരു പാസ്വേഡ് കൊണ്ട് നടക്കാറുണ്ടോ? ഭർത്താവ് അറിയാതെ ചിലത് ഒളിപ്പിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ എവിടെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. യെസ്, ഇതൊരു തുറന്നു പറച്ചിലാണ്.
2026 ആരംഭ ദിനത്തിലായതുകൊണ്ട് ഇനി നീളാൻ പോകുന്ന ദിവസങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമാകാതിരിക്കാൻ അരികുരയ്ക്കപ്പെട്ടേ പറ്റൂ, ശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. കർത്താവിൻ്റെ അഗ്നിമയമായ ക്യാമറ കണ്ണിന് മുൻപിലാണ് നമ്മുടെ ജീവിതം. സുതാര്യമാകണമല്ല നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ദാമ്പത്തികം, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളും സുതാര്യമാകണം. അതുകൊണ്ട് പറയുകയാണ്, കർത്താവിലെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ്, വന്നതിന് ശേഷം ഇത് രണ്ടിൻ്റെയും ഇടയിൽ നമ്മെ നിർത്തിയിട്ടൊരു താരതമ്യ പഠനം നടത്തണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി മൂന്നാമതൊരു കാലമുണ്ട്. അപ്പോൾ ഒന്ന്, വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. രണ്ട്, വിശ്വാസം വന്ന് ശേഷമുള്ള കാലം. അത് നിഷ്കളങ്കതയുടെ, വിശുദ്ധിയുടെ, വേർപാടിൻ്റെ ഒക്കെ അനുഗ്രഹീതമായ അനുഭവമാണ്. എഫെസ് ലേഖനത്തിലേക്കൊന്ന് വന്നേ ഞാനൊരു ചിന്ത തരാം. ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ സഭയെ പഠിപ്പിക്കുവാൻ പറ്റിയ പാകമായ 6 ചിന്തകൾ ഞാൻ തരാം. നമ്മളെ കർത്താവ് വിളിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അധമമായതിൽ നിന്ന് ഉത്തമമായതിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എഫെസ് ലേഖനം 6 അധ്യായത്തിൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 6 കാര്യങ്ങളും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രാപിച്ചെടുത്തോണം. ഇടവകയെ പഠിപ്പിക്കുവാൻ ഈ 6 കാര്യങ്ങൾ മെച്ചമായി പറഞ്ഞു കേൾപ്പിക്കണം, പഠിപ്പിക്കണം, പ്രസംഗിക്കണം, ക്ലാസ് എടുക്കണം. ദൈവം നമ്മെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താ? ചത്തുകെട്ട് പോകേണ്ടതായി 25-ാം ആണ്ടിൽ, പക്ഷേ തുടരുതെന്ന് ശത്രുവിനെ വിലക്കേർപ്പെടുത്തി നമ്മളെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ 6 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം 1:4, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും, പറഞ്ഞേ, ആ പദം പറഞ്ഞ്, വിശുദ്ധരും നിഷ്കളങ്കരും ആയിട്ടില്ല നമ്മൾ. ഇനി എന്തോ ചെയ്യണം? ആകണം. അതിനുവേണ്ടിയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? വിശുദ്ധരും നിഷ്കളങ്കരും എന്ന പദവിയുടെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ആകേണ്ടതിന്. എത്ര പേർക്ക് ഉറപ്പ് പറയും? ഞാൻ ആയിത്തീർന്നെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ആകേണ്ടതിനാണ്. ഈ കൺവെൻഷനും കൂടെ കൂടുന്നത് ആകാൻ വേണ്ടിയാണ്. സമ്മതിക്കുന്നവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും. 1:4 അതാണ്. 2:22 കണ്ടോ? ദൈവത്തിന് നിവാസമാകേണ്ടതിന്. കണ്ടോ? ആയിട്ടില്ല നമ്മൾ പൂർണ്ണമായും. ദൈവം നമ്മിൽ വസിക്കാൻ പാകമായിട്ടില്ല നമ്മൾ. ആകേണ്ടതിന് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. സമ്മതിക്കുന്നുണ്ടോ പ്രിയരെ? ദൈവത്തിന് പൂർണ്ണമായി പരിശുദ്ധ തൃത്വം നമ്മിൽ അധിവാസം ചെയ്യുന്നതിന് തക്ക യോഗ്യമായി നമ്മുടെ ശരീരമായി തീർന്നോ ഇതുവരെ? അങ്ങനെ ആകേണ്ടതിന് നമുക്കൊരു കൺവെൻഷനൂടെ കർത്താവ് തന്നിരിക്കുകയാണ്. കേൾക്കുന്ന വചനപ്രകാരമായി തീരണം. ഇന്നലെ കേട്ടില്ലേ, രക്ഷപ്പെട്ടവൻ ഭിന്നത പിന്മാറിപ്പോകരുതെന്ന് കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പോകാതിരിക്കണം. അങ്ങനെ ദൈവം നമ്മിൽ വസിക്കേണ്ടതിന്, അത് നിവാസമാകേണ്ടതിന്. ആ പ്രയോഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് കൈമാറുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3-ാം അധ്യായത്തിൽ പറയും, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. 26-ാം ആണ്ടിൽ കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മുടെ അകത്ത മനുഷ്യൻ ഇതുവരെ വേണ്ടും പോലെ എന്തോ ചെയ്തിട്ടില്ല, ബലപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അയ്യോ അയ്യോ അയ്യോ, വയ്യായേ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും അയ്യോ അയ്യോ അയ്യോ? ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും വയ്യ വയ്യ വയ്യ? ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും ഇല്ല ഇല്ല ഇല്ല? കഞ്ഞി കുടിച്ചോ? ഇല്ല. സുഖമുണ്ടോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. മക്കൾ വിളിച്ചോ? ഇല്ല. പാസ് ഇതുവഴി വന്നായിരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? കോളിയൂർ കൺവെൻഷൻ നടക്കുക, വരുന്നോ? ഇല്ലെന്നേ, മൊത്തം ഇല്ലെന്നേ പറയും. ഇല്ലായ്മയാണ് പറയുക. അപ്പോൾ വയ്യ വയ്യ, ഇല്ല ഇല്ല, അയ്യോ അയ്യോ, ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അകത്ത മനുഷ്യൻ എന്തോ ഇതില്ല. എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച് പനിയും പിടിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അന്യഭാഷയ്ക്ക് ഒരു കുറവുമില്ല, ദർശനത്തിനും വെളിപ്പാടിനും ഒരു കുറവുമില്ല. പക്ഷേ പിശാച് മന്ത്രവാദം കൂടൊത്ര അരകല്ലിൻ്റെ കീഴിലുണ്ട്, നടകല്ലിൻ്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞാൽ ബോധം കെട്ട് തറയി വീണുകളെയും. അതാണ്. പിന്നെ സ്ഥലം സഭ പാസൊക്കെ പണിയാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള വിശ്വാസികളെ കണ്ടെത്താനൊരു മാർഗമുണ്ട്. അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. കൃപയുള്ളൊരു ദൈവദാസൻ്റെ നമ്പർ തരാവോ? ആരുടെ നമ്പരാ? കൃപയുള്ള ദൈവദാസൻ്റെ. അതിനകത്ത് ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയാമോ? സ്ഥലം സഭ പാസ്വേഡ് തന്നെ ചോദിച്ചോളായി. അതാണ്. അതിവർ നമ്മളോട് ചെയ്യുന്നൊരു ഭയങ്കര കടുങ്കയ്യാണ്. ദൈവദാസന്മാർ ഓർത്തോണം. കൃപയുള്ളൊരു ദൈവദാസൻ നമ്പർ തരാവോ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം പാസ്റ്റർക്ക് ഈ കൃപയൊന്നും ഇല്ല. അത് നമ്മളോട് തുറന്ന് പറയാൻ അവർക്ക് മടിയായതുകൊണ്ടാണ് എന്തോ ചെയ്യുന്നത്, അങ്ങനെ തിരിച്ച് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, പേടിച്ച് പരിഭ്രമിച്ച് നടക്കുക ഒക്കെ അകത്ത മനുഷ്യൻ ശക്തിയോട് എന്തോ ചെയ്തിട്ടില്ല, ബലപ്പെട്ടിട്ടില്ല. ഈ കൺവെൻഷനും കൂടെ കൂടുമ്പോൾ ബലപ്പെട്ടു പോകണം. 4-ാം അധ്യായത്തിലേക്ക് വന്നേ. 4:12 ക്രിസ്തുവെന്ന പുരുഷത്വത്തിൻ്റെ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം. ആ പ്രയോഗം കണ്ടോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിൻ്റെ പ്രായത്തിലേക്ക് നമ്മൾ എന്തോ ചെയ്തില്ല ഇതുവരെ.
നമ്മളെ കണ്ട ക്രിസ്തുവാണെന്ന് തോന്നുന്നില്ല. ആ പ്രായത്തിൻ്റെ അളവിലേക്ക് നമ്മൾ എന്തോ ചെയ്തേ പറ്റൂ, വന്നേ പറ്റൂ. 3 ദിവസത്തെ കോളിയൂർ കൺവെൻഷൻ കൊണ്ട് അത് സാധിച്ചെടുക്കണം. ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവിലേക്ക്, പുരുഷത്വത്തിൻ്റെ പക്വതയിലേക്ക് വന്നേ പറ്റൂ. ക്രിസ്തുവിൻ്റെ വിശുദ്ധി, വിശ്വസ്തത, വിനയം, എളിമ, താഴ്മ, ക്രിസ്തുവിൻ്റെ സഹന ത്യാഗങ്ങൾ, ക്രിസ്തുവിൻ്റെ ക്ഷമാശീലം ആദിയായതെല്ലാം നമ്മിലേക്ക് അങ്ങനെ വന്നേ പറ്റൂ. അതാണ് പുരുഷത്വത്തിൻ്റെ പ്രായത്തിൻ്റെ അളവ്. ഹല്ലേലൂയ. ഇനി 5-ാം വാക്യം നോക്കിക്കേ. തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഓക്കെ, നമ്മെ 5:26-27 വാക്യമാണ്. 5:26-27 സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ആണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അതാണ്. തീർന്നില്ല. 6-ാം വാക്യം നോക്കിക്കേ. 6-ാം അധ്യായം 6:13 വാക്യം നോക്കൂ. അവിടെ പറയുന്നത് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന്. കാണുന്നുണ്ടോ നിങ്ങൾ വാക്യം? 6:13 എന്തോ പറയും? ഉറച്ചു നിൽക്കാൻ അപ്പോൾ നമുക്കിതുവരെ ഉറപ്പ് കിട്ടിയിട്ടില്ല. ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി പുതിയ വർഷത്തിൻ്റെ 3-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം കൊണ്ടുവന്ന കർത്താവ് 3-ാമത്തെ ദിവസത്തിൽ നമ്മളെ കൊണ്ടുവന്നത് ഈ 6 കൂട്ടം കാര്യങ്ങൾ സാധിക്കേണ്ടതിനാണെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. അത് മറന്നു പോകരുത്. വിശ്വാസത്തിലേക്ക് വന്നിട്ട് വീണുടഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകാതിരിക്കേണ്ടതിന് ഈ 6 കാര്യങ്ങൾ സ്ഥായിയായി നമുക്ക് ലഭിക്കപ്പെടേണ്ടതിന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അപ്പോൾ എന്താ വിശ്വാസം? ദൈവ വ്യവസ്ഥയാ. എന്തിലാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ? എങ്ങനെ? തൻ്റെ പുത്രനിൽ നമ്മൾ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ആ പുത്രനിൽ വിശ്വസിക്കാനുള്ള പുത്രൻ്റെ യോഗ്യത എന്തുവാന്നും കൂടെ ഞാൻ പറഞ്ഞു. ഇനി ആ പുത്രൻ്റെ യോഗ്യതകൾ പൊതുവായി പറഞ്ഞതുകൂടാതെ ചിലത് നാട്ടുകാർ കേൾക്കുവാൻ, യേശുവിനെ സംശയത്തോടെ നോക്കിക്കാണുന്ന ഞങ്ങളുടെ വാത്സല്യ സുഹൃത്തുക്കൾ അറിയുവാൻ, യേശുവിൻ്റെ മഹത്വം, യേശുവിൽ വിശ്വസിക്കുവാൻ താങ്കൾക്ക് കഴിയേണ്ടതിന് ആധികാരികമായ ചില ചിന്തകളോട് കൂട്ടിച്ചേർക്കും. ശ്രദ്ധിച്ചോണം. യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. സന്തോഷമാണോ? കർത്താവിനെ കുറിച്ച് മാത്രം കേൾക്കുന്നത്? കേട്ടോണം. യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, യേശു പാപം ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കാൻ യോഗ്യനായവൻ. എല്ലാവരും യേശുവിനെ വിശ്വസിക്കാൻ യോഗ്യത യേശുവിനുള്ളത്. യേശുവിൽ എന്തോ ഇല്ല? പാപമില്ല. ഉറക്കെ പറഞ്ഞ്, യേശുവിൽ എന്തോ ഇല്ല? ദേശം കേൾക്കണം. യേശുവിൽ പാപമില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഉലകത്തിൽ ജനിച്ച മുഴുവൻ ആളുകളും അവതരിച്ച മുഴുവൻ ആളുകളും പാപമുള്ളവരാണെങ്കിൽ യേശുവിൽ പാപമില്ല. വാക്യം മറന്നു പോകരുത്. 1 യോഹന്നാൻ 3:5 വാക്യമാണ്. 1 യോഹന്നാൻ 3:5 പറയുന്നു, പാപങ്ങളെ നീക്കേണ്ടതിന് യേശു പ്രത്യക്ഷമായി. ഉടനെ തന്നെ പറയുന്നു, യേശുവിൽ പാപമില്ല. ആ വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞുങ്ങളാരും ആ വാക്യം മറന്നു പോകരുത്. 1 യോഹന്നാൻ 3:5 വാക്യത്തിൽ പറയുന്നു, യേശുവിൽ എന്തോ ഇല്ല? പാപമില്ല. യേശുവിൽ പാപമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാണ്. യേശുവിനെ കവല പ്രസംഗിച്ചാൽ ഞാൻ തുടങ്ങിയത്. ഇന്നും കവലപ്രസംഗമാണ് എനിക്കേറെ ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ കവലയിലേക്ക് ഓടാറുണ്ട് ഞാൻ. എൻ്റെ അപ്പനൊരു കവലപ്രസംഗിയായിരുന്നു. എനിക്കൊരു നാരങ്ങ മുട്ടായിയൊക്കെ വാങ്ങിച്ചതെന്ന് കടത്തെണ്ണയിൽ ഇരുത്തിയിട്ട് എൻ്റെ അപ്പൻ ദീർഘനേരം കടയുടെ തിണ്ണയിൽ നിന്ന്, കവലയിൽ നിന്ന്, ഇടവഴിയിൽ, പെരുവഴിയിൽ, പട്ടണപ്രാന്തങ്ങളിൽ, ഗ്രാമവീഥികളിൽ, മുക്കവലകളിൽ, നാൽക്കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കവലപ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്. കവലയിൽ യേശുവിനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉറക്കെ പറയുന്നൊരു കാര്യമാണ് 1 യോഹന്നാൻ 3:5 യേശു പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. താങ്കളുടെ ധർമ്മകാര്യങ്ങൾ, താങ്കളുടെ കർമ്മകാര്യങ്ങൾ, താങ്കളുടെ മതാചാരാനുഷ്ഠാന യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ മോക്ഷത്തിലേക്കോ മുക്തിയിലേക്കോ എത്തിക്കത്തില്ല. കാരണം പാപമില്ലാത്ത ഒരാളവിടെ ഉണ്ടെന്ന് കാട്ടാൻ താങ്കൾക്കാവില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഞങ്ങൾ ഒരുമിച്ച് വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ചിട്ട് പറയുന്നു, യേശുവെന്ന പുണ്യത്തിൽ പാപമില്ല, യേശുവെന്ന യുഗപുരുഷനിൽ പാപമില്ല. 1 യോഹന്നാൻ 3:5 വാക്യമാണത്. അതാണ് യേശുവിനെയും ഞങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം. അടുത്ത ഒരു വാക്യം കൂടെ കേട്ടോണം. യേശുവിൽ പാപമില്ലെന്ന് മാത്രമല്ല, 1 പത്രോസ് 2:22 വാക്യത്തിൽ പറയുന്നു, യേശു പാപമൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ? അതിനെന്നാ സ്തോത്രം പറയാൻ? യേശു പാപമൊന്നും, എഴുതുന്ന തിരക്കായതുകൊണ്ടായിരിക്കും സ്തോത്രം വരാത്തതല്ലേ? എഴുത്ത് പേന കൊണ്ടല്ലേ, സ്തോത്രം വായി കൊണ്ടല്ലേ പറയണ്ടേ? അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് എഴുതിക്കോണം. യേശു പാപമൊന്നും
ഓ എന്നെ പ്രയോഗമാണെന്നറിയോ? പത്രോസ് 2:22, 1 പത്രോസ് 2:22. ഇതൊക്കെ പ്രാർത്ഥനയിൽ ഉച്ചസ്ഥരം പറയണം. നമ്മുടെ പ്രതിയോഗിയായി പിശാച് കേൾക്കണം. പിശാചിനറിയാം യേശുവിൽ പാപമില്ല, യേശു പാപം ചെയ്തിട്ടില്ലെന്ന് പിശാചിനറിയാം. പക്ഷെ നമുക്കാണ് ഇതറിയാത്തത്. അതുകൊണ്ട് നമ്മളിത് ഉറക്കെ പറയുമ്പോൾ പിശാചിന് മനസ്സിലാകും ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് പണി നടക്കത്തില്ല, അവൻ്റെ അടുത്ത് പണി നടക്കത്തില്ലെന്ന് മനസ്സിലാകും. യേശുവിൻ്റെ ഔന്നത്യത്തെ ഉറക്കെ പറയണം. യേശു പാപി അല്ല, യേശു പാപം ചെയ്തിട്ടില്ല. 1 യോഹന്നാൻ 3:5, 1 പത്രോസ് 2:22. അടുത്തൊരു വാക്യം കേൾക്കണോ? എൻ്റെ യേശുവിൻ്റെ നിഷ്പാപാവസ്ഥയ്ക്ക് ഗംഭീരമായ മറ്റൊരു തെളിവ് തരാം. 2 കൊരിന്ത്യർ 5:21 വാക്യം. 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യേശു പാപം ഉടനെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. 21 വാക്യത്തിൽ, അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു കാൽവറിയിൽ മരിച്ചത് പാപിയായതുകൊണ്ടല്ല, നമ്മുടെ പാപം അവൻ്റെ മേൽ ആക്കപ്പെട്ടതുകൊണ്ടാണ്. യേശുവിൻ്റെ തല തല്ലി പൊളിച്ചത് പാപിയായതുകൊണ്ടല്ല, അവൻ നമ്മുടെ പാപം ഏറ്റതുകൊണ്ടാണ്. കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവർ പാപികളായതുകൊണ്ട് അവരെ ക്രൂശിച്ചത്, ദോഷികളായതുകൊണ്ട്, നീചന്മാരായതുകൊണ്ട്, നികൃഷ്ടന്മാരായതുകൊണ്ട്. എൻ്റെ യേശു അതായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നിഷ്പാപാവസ്ഥയ്ക്ക് ഈ 3 വാക്യങ്ങൾ ഞാൻ തരുമ്പോൾ ഇനി ഒരു 3 വാക്യങ്ങളുടെ തരാം. ആ 3 വാക്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏക വരി സുവിശേഷമാണ്. ഒറ്റ വരി സുവിശേഷം. ഒറ്റ വരി സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയേ ഉള്ളൂ, പക്ഷെ അത് ഗംഭീര സുവിശേഷമാണ്. മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് എത്ര അധ്യായം ഉണ്ടെന്നറിയാമോ? മത്തായി സുവിശേഷത്തിന് എത്ര അധ്യായമുണ്ട്? 28. ഒരു സംശയം പോലെ. മർക്കോസിന് എത്ര അധ്യായമുണ്ട്? 16. പാസ്റ്റർമാർ മൂളുന്നതുകൊണ്ട് വിശ്വാസ സമൂഹം രക്ഷപ്പെടുന്നു. ലൂക്കോസിന് എത്ര അധ്യായമുണ്ട്? ഈ മൗനം കോളിയൂർ മാത്രമേ ഉള്ളൂ. കോളിയൂർ ലൂക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിന് എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ജനമെല്ലാം മിണ്ടാതിരുന്നു എന്ന വിവരം വേറെ എങ്ങും ഞാൻ പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ കോളിയൂരുകാരെ തിരക്കി നാട്ടിൽ നാളിവിടെ വരും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് അത്ര അധ്യായം ഉണ്ടെന്ന് അറിയാൻ വയ്യാത്ത വിശ്വാസികളെ നേർക്ക് നേരെ ഒന്ന് കണ്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആളുകൾ കോട്ടയത്തു നിന്നൊക്കെ ഇവിടെ വരും. ഓക്കെ, ലൂക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിന് എത്ര അധ്യായം? 24 അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷത്തിന് 21 അധ്യായം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചോണം. ഈ സുവിശേഷ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഇത്രയും അധ്യായങ്ങൾ കൊണ്ട് അതൊക്കെ ബഹിർത്തായ ഗ്രന്ഥങ്ങളാകുമ്പോൾ ഒറ്റ വരി സുവിശേഷം, ഗ്രന്ഥമല്ല, പാരഗ്രാഫല്ല, വാചകം, ഒറ്റ വാചകം മാത്രം, അത് ഗംഭീര സുവിശേഷം. 3 അങ്ങോട്ട് തരാം. അതെന്താണെന്നറിയാം? 3 അല്ല 4 തരാം. ഇരിക്കട്ടെ 4. അതിൽ ഒന്നാമത്തേത്, നിയമത്തിൻ്റെ അവസാന വാക്കായി പീലാത്തോസ് പറയുന്നു, ഞാനും എന്നൊരു കുറ്റവും കാണുന്നില്ല. അത് യോഹന്നാൻ 19:4. യോഹന്നാൻ 19:4 പറയുന്നു, ഞാനും എന്നൊരു കുറ്റവും. അതാണ് യേശുവിനെക്കുറിച്ചുള്ള മഹത്വരമായ ഔന്നത്യ പ്രഖ്യാപനം. അടുത്ത വേറൊന്നും കേൾക്കണോ? യേശുവിനെ വിറ്റ് കാശാക്കിയ യൂദാച്ചൻ പോയി പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം ചാകുന്നതിന് മുമ്പേ പറഞ്ഞൊരു വിശേഷമായ പ്രസ്താവനയുണ്ട്. മത്തായി 27:4, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ആരെയാ ഞാൻ കാണിച്ചു കൊടുത്തേ? അപ്പോൾ യേശു ആരാന്നാ പറഞ്ഞേ? കുറ്റമില്ലാത്തവൻ. ഇനി പീലാത്തോസിൻ്റെ ഭാര്യയുടെ ഒരു ഒറ്റവരി സുവിശേഷമുണ്ട്. അത് 27:19. മത്തായി 27:19. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ആ നീതിമാൻ്റെ രക്തത്തിൽ നിങ്ങൾ എന്തോ ചെയ്യരുത്, പങ്കാളിയാകരുത്. ആ ഭാര്യ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ബോധമാണെന്നറിയാം അവർക്ക്. ഭർത്താവിന് ബോധം ഇല്ലെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അറിയാം. ഒന്നീ ഭർത്താവിന് ബോധം വേണം, അല്ലെ ഭാര്യയ്ക്ക് ബോധം വേണം. 2 പേർക്കൂടെ ബോധം ഇല്ലാതായാൽ ആ കുടുംബജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം അങ്ങനെ കൂട്ടിച്ചേർക്കത്തില്ല. നമ്മളായിട്ട് കൂടി ചേർന്നെങ്കിലേ അങ്ങനെയൊക്കെ അബദ്ധം സംഭവിക്കുകയുള്ളൂ. ദൈവം കൂട്ടിച്ചേർക്കുന്നത് ചിലപ്പം 2 ബോധമുള്ളതും 1 ബോധമില്ലാത്തതും 1 ബോധം ഉള്ളതും കൂടെ ആയിരിക്കും. 2 ബോധം സമാസമം ഉള്ളതും കുഴപ്പമാണ്, സ്ഫോടനമാവും. ഓക്കെ, 1 ബോധം പാടില്ല, 1 ബോധം വേണം. അതായിരിക്കും ഉദാത്തമായൊരു ബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പീലാത്തോസിന് ബോധമില്ല. ആർക്ക് ബോധമുണ്ട്? ഭാര്യയ്ക്ക് ബോധമുണ്ട്. പീലാത്തോസ് വേഗം വേണമെങ്കിൽ ഒരു വിധി പ്രസ്താവം നടത്തും. പക്ഷേ ഭാര്യ പറഞ്ഞു വിടുന്നു, നിങ്ങളെ പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്ന രക്തം കൊണ്ട് ആകപ്പാടെ പൊതിയപ്പെട്ട് അവൻ്റെ വസ്ത്രം നിങ്ങൾ പറിച്ചെടുത്തിട്ട് ഒരു തുണ്ടുതുണി ഉടുത്ത് നിർത്തിയിരിക്കുന്ന നഗ്നനായി, കേവലം നഗ്നമായി നിർത്തിയിരിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾ തലയിൽ മുൾക്കിരീടം അടിക്കാൻ അനുവാദം കൊടുത്ത് തലതല്ലി പൊളിച്ച് പുറമടിച്ച് കീറിയ ആ വ്യക്തി ഉണ്ടല്ലോ, അവൻ നീതിമാനാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പീലാത്തോസ് പറയുന്നത്, ഞാനും വലിയൊരു കുറ്റവും
അപ്പം 4 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 യൂദ പറഞ്ഞു, 2 പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, 3 പീലാത്തോസ് പറഞ്ഞു. പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ പറയാം. ലൂക്കോസ് 23:42 23:42 കൂടെ ക്രൂശിച്ചൊരു കള്ളൻ പറയുക, നീ രാജാവായി മടങ്ങി വരേണ്ടവനാ, നീ കള്ളനും ദുഷ്കർമ്മിയൊന്നുമല്ല, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലമാ, നീ നീതിമാനാ, നീ രാജാവായി മടങ്ങി വരേണ്ടവനാ. അപ്പം എന്നെയും കൂടെ എന്തോ ചെയ്യണേ? അതിനകത്ത് 3 തിയോളജി ഉണ്ട്. ദൈവദാസന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേദവിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചോണം. 3 ഗംഭീര തിയോളജി. 1, യേശു രാജാവാണ്, മനസ്സിലായോ? 2, രാജാവായിട്ട് സ്വർഗത്തിൽ കഴിയേണ്ടവനല്ല, എന്തോ ചെയ്യേണ്ടവനാ? മടങ്ങി വരുമ്പോൾ. അപ്പം മടങ്ങി വരേണ്ടവനാ. 3, എന്നെയും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞാൽ യേശു മടങ്ങി വരുമ്പോൾ കാത്തു നിൽക്കുന്നവർക്കൊരു പുനരുദ്ധാനമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വം, യേശുവിൻ്റെ പുനരാഗമനം, യേശുവിലൂടെയുള്ള പുനരുദ്ധാനം. യേശു പറഞ്ഞാൽ ഇത്രയും വെളിപ്പാട് കിട്ടിയ നീ എന്തിനാ പിന്നെ ഇവിടെ കിടക്കുന്നത്? ഇപ്പോഴേ കയറിക്കോ, ഞാൻ വരുന്നിടം വരെ ഇരിക്കണ്ട, ഇപ്പോഴേ എൻ്റെ കൂടെ കയറിക്കോ. ഹല്ലേലൂയ. അപ്പോൾ കള്ളൻ്റെ ആ ദർശനം കൂടെ നമ്മൾ പഠിക്കുമ്പം 4 ഏകവരി സുവിശേഷം, ഒറ്റവരി സുവിശേഷം ക്രിസ്തുവിൻ്റെ നിഷ്പാപ അവസ്ഥയെക്കൊണ്ട്. അപ്പം 4, 3, 7 വാക്യങ്ങൾ ഞാൻ തന്നു. ഈ 7 വാക്യങ്ങളെയും കൂടെ ഒരുമിച്ച് കെട്ടി നിർത്തുവാൻ പറ്റുന്നൊരൊറ്റ വാക്യം കൂടെ തരാം. അത് യോഹന്നാൻ 8:46. യേശു തന്നെ പറയുകയാണ്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? പാപമില്ലാത്ത യേശു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? പാപമില്ലാത്ത യേശുവിനെ വിശ്വസിക്കണം താങ്കൾ. ആ യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ മാത്രമേ താങ്കൾക്ക് രക്ഷയുണ്ടാവൂ. എങ്കിലേ താങ്കൾ വിശ്വാസത്തിലാണെന്ന് പറയാൻ കഴിയൂ. ഇനി യേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള അനന്തരഫലം എന്താണെന്ന് കൂടെ പറയാം. അപ്പോഴേക്കും എന്നെ ഏൽപ്പിച്ച സമയം തീരുകയായി. ശ്രദ്ധിച്ചോണം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കപ്പെടുന്ന സൗഭാഗ്യം മതങ്ങൾക്ക് കൊടുക്കാൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ, ഇസങ്ങൾക്ക് കൊടുക്കാൻ, പ്രത്യയശാസ്ത്രങ്ങൾക്ക് കൊടുക്കാൻ, ഇവിടുത്തെ വലിയ സഭാ വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത മഹത്തായ കുറേയേറെ കാര്യങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവന് തികച്ചും സൗജന്യമായി ലഭിക്കും. അതോടെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സുവിശേഷ പ്രസംഗം പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് അക്കമിട്ടത് കേട്ടോണം. 1, 2, 3, 4 എന്ന് പറയാം. 1, യേശുവിൽ വിശ്വസിക്കുന്നവനാണ് പാപമോചനം. യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ട്? പാപമോചനമുണ്ട്. മനസ്സിലായോ? എവിടെയാ വാക്യം? അപ്പോസ്തലപ്രവൃത്തി 10:43. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം. പാപത്തിൻ്റെ മോചനം പ്രാപിക്കാൻ താങ്കൾ ഇനി നരബലിക്കും മൃഗബലിക്കും പോകേണ്ടതില്ല. താങ്കളുടെ പാപത്തിനു വേണ്ടി ഒരുവൻ കാൽവരിയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഒഴുകിയ പുണ്യാഹരക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം, നീതിയുള്ള രക്തം, നിഷ്കളങ്ക രക്തം, താങ്കളുടെ പാപത്തിന് പരിഹാരം കൂടിയാണ്. വിശ്വസിച്ച മാത്രം മതി. 5 നയ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളില്ലാതെ വിശ്വസിക്കുന്നവനും പാപമോചനം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പാപമോചനം പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓക്കെ. 2, യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന മഹത്തായ രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയാമോ? നിത്യജീവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:36 വാക്യം. യോഹന്നാൻ 3:36 പറയുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ട്? നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:15 അത് തന്നെയാണ്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? മരണാനന്തരവുമുള്ള ജീവിതമാണ്. മരണത്തോടെ തീരുന്നില്ല ജീവിതം. മരണത്തിനപ്പുറത്ത് നിത്യ സന്തോഷത്തിൻ്റെ, നിത്യ സൗഭാഗ്യത്തിൻ്റെ, നിത്യ ആനന്ദത്തിൻ്റെ ജീവിതം. ആരോടുകൂടെയാ? കർത്താവിനോടുകൂടെ. ഇമ്പങ്ങളുടെ തീരത്ത്, സ്വച്ഛ സ്ഫടിക തങ്കതുല്യ നിർമ്മിത വീതികളിൽ യേശുവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ കർത്താവിനോട് കൂടെയാ. യേശുവിനെ വിശ്വസിക്കാതെ അധമമായി ജീവിക്കുന്നവൻ നിത്യതയുണ്ട്, പക്ഷേ നിത്യ സന്തോഷമല്ല, നിത്യയാതന, നിത്യദണ്ഡനം, നിത്യക്ലേശം, നിത്യശിക്ഷാവിധി. അത് യേശുവിനോടുകൂടെയല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയ ഇടത്തേക്കാണ്. ഇത് ഞങ്ങൾ പറയുന്ന മഹത്തായ യാഥാർത്ഥ്യമാണ്. ഇത് ഞങ്ങൾ പറയുമ്പോഴും അംഗീകരിക്കാതെ തിന്നുകുടിച്ച് മതിച്ചു പൊളച്ച് ജീവിച്ചു പോയൊരു ധനവാനൊടുവിൽ മരിച്ചിട്ട് എവിടെ ചെന്നെന്ന വായിക്കുക? യാതനാസ്ഥലത്ത് ചെന്നു മേളിലോട്ട് നോക്കിയപ്പം അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസർ എവിടെ ഇരിക്കുന്നു? അങ്ങ് അബ്രഹാമിൻ്റെ മടി എന്ന പറുദീസയിലിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ അവന് ബോധമുണ്ടായി. ഇവിടെ വെച്ചുണ്ടാകാത്ത ബോധം യാതനാസ്ഥലത്ത് ചെന്നപ്പോൾ ഉണ്ടായി. അവൻ പറയുന്നു, അത് ലാസറാണല്ലോ. ഓക്കെ, അബ്രഹാമിൻ്റെ മടിയിലാണല്ലോ ഇരിക്കുന്നത്. ലാസർ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. ഒരു രക്ഷയിൽ അങ്ങനെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പറയുക, എന്നാൽ പിന്നൊരു ഓപ്ഷൻ, എൻ്റെ ഒരു ആഗ്രഹം, ലാസറിനെ എൻ്റെ
സഹോദരന്മാരുടെ അടുക്കലേക്ക്, പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ചിന്നമ്മയും തങ്കമ്മയും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ചെന്നൊരു സുവിശേഷം, ഒരു മുറ്റത്ത് കൺവെൻഷൻ നടത്തി അവരോട് സുവിശേഷം പറഞ്ഞാൽ അവരിങ്ങോട്ട് വരാതിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു അതിനും ഒരു സാധ്യതയുമില്ല. ഇത് ശ്രദ്ധിച്ചോണം. ഇവിടെ വെച്ച് പറയുന്ന ഈ കാര്യം തലയ്ക്കകത്ത് കയറത്തില്ലെങ്കിൽ കയറുന്നൊരു സമയമുണ്ട്. അത് യാതനാസ്ഥലത്ത് ചെല്ലുമ്പോഴാണ്. യാതനാസ്ഥലത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഞാൻ യാതനാസ്ഥലത്താണ്, യേശുവിനെ വിശ്വസിച്ച ലാസർ ഇമ്പങ്ങളുടെ തീരത്താണ്, എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും ഭൂമിയിലാണ്. അവരിവിടെ വരാതിരിക്കാൻ അവരും കൂടെ അവിടെ ചെല്ലേണ്ടതിന് സുവിശേഷം അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മുറ്റത്തും കപ്പക്കാലായിലും ഇടവഴിയിലും പെരുവഴിയിലും പള്ളിമുറ്റത്തും പള്ളിക്കകത്തും ഒക്കെ നിന്ന് വെച്ച് കെട്ടി ശബ്ദപരിധിക്കകത്ത് ഉള്ള ജനത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഉച്ചഭാഷണി സജ്ജമാക്കിയത് ഈ ശബ്ദം മെച്ചമായി കേട്ട് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരാനാ. വിശ്വാസത്തിൽ വരുന്നവന് പാപമോചനവും നിത്യജീവനുമുണ്ട്, അല്ലാത്തവർക്ക് നിത്യദണ്ഡനമാണുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നിത്യതയിൽ പ്രവേശിച്ചു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിത്യതയിൽ പ്രവേശിച്ചു എന്നുള്ളൊരു ഒറ്റപ്പദം പറഞ്ഞാൽ ചിന്താബോധമുള്ളവർ ചോദിക്കും, ഏത് നിത്യതയിലോട്ടാണ് പുള്ളി പോയേ? കാരണം യേശുവിനെ സ്വീകരിക്കാത്തവനെ എവിടോട്ടാണ് പോന്നേ? നിത്യതയിലേക്കാണ്. ഏത് നിത്യത? നിത്യയാതന, നിത്യദണ്ഡനം, നിത്യശിക്ഷാവിധി, നിത്യദുഃഖം, നിത്യ നരകത്തിലേക്കാണ് പോവുക. യേശുവിനെ സ്വീകരിച്ച് വിശുദ്ധമായി ജീവിച്ച വ്യക്തി എങ്ങോട്ടാണ് പോവുക? നിത്യസന്തോഷം, നിത്യസൗഭാഗ്യം, നിത്യാനന്ദം, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഫ്ലെക്സിനകത്തൊക്കെ നിത്യതയിൽ എന്ന് പറയുമ്പം അത് പൂരിപ്പിക്കാതെയാണ് പറയുക. നിത്യതയിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വിശ്വാസിയായിട്ടൊക്കെ ജീവിച്ചെങ്കിലും അങ്ങോട്ട് പോകുമെന്ന് വലിയ തോന്നലില്ല. മിക്കവാറും എങ്ങോട്ടെങ്കിലും പോട്ടെ, എന്തായാലും നിത്യത, ബാക്കി പോരാ കരു. നാട്ടുകാർക്ക് നമ്മൾ സമയം കൊടുക്കുക പൂരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിത്യസൗഭാഗ്യത്തിലേക്ക്, നിത്യാനന്ദത്തിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക്. കണ്ടോ? അങ്ങനെ തന്നെ ചേർത്തെഴുതണം. അല്ലാതെ നിത്യതയിലേക്കെന്ന് മാത്രം പറഞ്ഞാൽ അത് അപൂർണമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അപ്പം നിത്യതയിൽ കാണാം. അങ്ങനെ ചിലർ അനുശോചനം പറഞ്ഞ് അവസാനിപ്പിക്കും, നമുക്കിനി നിത്യതയിൽ കാണാം. നമുക്കിനി നിത്യതയിൽ കാണാമെന്ന് പറഞ്ഞാൽ ഏത് നിത്യത കാണാമെന്നാ? താഴെ കാണാമെന്നോ മേളിൽ കാണാമെന്നോ? അതോ താഴെ കിടന്നുകൊണ്ട് മേളിലോട്ട് നോക്കിയാൽ കാണാമെന്നാണോ? അതുകൊണ്ട് ഈ അനുശോചനം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ പൂർണ്ണത വേണം. ഇടയ്ക്ക് വെച്ച് സംശയത്തിന് വഴി ഒരുക്കിയിട്ട് അവസാനിപ്പിക്കരുത്. അത് ദൈവമക്കൾ ശ്രദ്ധിക്കാനൊരു അടിക്കുറിപ്പായി പറയുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. 2, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. 3, യേശുവിൽ വിശ്വസിക്കുന്നവന് പുത്രത്വം. ഗലാത്യലേഖനം 3:26. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ആരായി തീർന്നിരിക്കുന്നു? ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമുക്ക് കൈവന്നു. ആ ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ 4-മതായി കൈവരുന്നത് റോമർ 5:1 നീതീകരണമാണ്. നീതീകരണം. ഹല്ലേലൂയ. നീതീകരണം പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ. മറന്നു പോകരുത്. ഏറ്റവും മഹത്തായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് വിടാം. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ സൗഭാഗ്യം. മരിച്ചാലും എന്തോ ചെയ്യും? എങ്ങനെ ജീവിക്കും? മരിച്ചുപോയ ശേഷം എലിയായി, പുലിയായി, പഴുതാരയായി, ജീവിയുടായി, വീട്ടിൽ പ്രാണിയായി ജീവിക്കുന്നതാണോ പറയുന്നത്? അല്ലല്ല, അങ്ങനെ ഒരു ഇടപാടില്ല. 85 ലക്ഷം ജനനമരണങ്ങൾ നടന്നെങ്കിലേ മോക്ഷം പ്രാപിക്കുമെന്ന് പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കൽ 8ആയി മടക്കി വകഞ്ഞ് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിട്ട് വേദപുസ്തകത്തെ നെഞ്ചോടടിപ്പിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിക്കും, പക്ഷേ മരിച്ചാലും അവൻ ജീവിക്കും. എങ്ങനെ ജീവിക്കും? യേശു ഉയർത്തതുപോലെ. അമർത്യതയുടെ നവയൗവനം അനുഭവിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ പോലെ ഞാനും നിങ്ങളും ഉയർത്തു വരും. വാർദ്ധക്യത്തിലെ മരിച്ചതെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണമായിട്ടല്ല, ബാല്യത്തിലെ മരിച്ചതെങ്കിൽ ബാല്യത്തിൻ്റെ ബലക്ഷയമായിട്ടുമല്ല. 33.5 വയസ്സുകാരൻ ഉയർത്തെഴുന്നേറ്റ് അതേ പകട്ടോടെ നാം ഉയർത്തു വരും. ആ സന്തോഷമുള്ളവരെ, പ്രത്യാശയുള്ളവരെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് എപ്പോഴാണ് സംഭവിക്കുന്നതും കൂടെ പറയാം. അത് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിലാണ് സംഭവിക്കുക. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് യേശുവിൻ്റെ വരവിന് വേണ്ടിയാണ്.
അറിയാമല്ലോ, യേശു മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ ഭാഗ്യപദവിയാണ് യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള പ്രതീക്ഷ. എൻ്റെ കർത്താവ് മടങ്ങി വരും. എവിടുന്നാണ് മടങ്ങി വരുന്നതെന്ന് പറയാം. അത് ഫിലിപ്പിയർ 3:20 സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരും. വായിച്ചിട്ടുണ്ടോ ഭാഗം? നമ്മുടെ പൗരത്വം എവിടെയാ? അവിടെ നിന്ന്. എനിക്ക് ആ പ്രയോഗം ഭയങ്കര ഇഷ്ടമാണ്. സ്വർഗത്തിൽ നിന്ന് വരും, അവിടെ നിന്ന് വരുമെന്ന. അവിടെ ചിന്തിക്കേണ്ട, ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദ മര്യാദ പ്രകാരം ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്നായി പറയുന്നത്? ഇവിടെ അടക്കം ചെയ്യപ്പെട്ടത്, പക്ഷേ യേശു എവിടുന്ന് വരുമെന്നാ? സ്വർഗത്തിൽ. അപ്പോൾ അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എഴുതാതെ എഴുതിയിരിക്കുന്നൊരു കാര്യം, ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പം ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്ന ദൈവപൈതലിന് വ്യക്തമായി ബോധ്യമാകുന്ന ആത്മീയ കാഴ്ചപ്പാടാണ്. ഉയർത്തില്ലെങ്കിൽ, സ്വർഗാരോഹണം ചെയ്തില്ലെങ്കിൽ ആ യേശുവിൻ്റെ പുറകെ കൂടിയിട്ട് കാര്യമില്ല. മരിച്ചു മൺമറഞ്ഞ് കല്ലറയ്ക്കകത്ത് അന്തി ഉറങ്ങുന്ന അവശിഷ്ടങ്ങളോടെ മണ്ണിൽ വിലയം പ്രാപിച്ച് ഒരു യേശുവിൻ്റെ ശവക്കല്ലറയുടെ വട്ടം നിന്ന് പുഷ്പാഞ്ജലികളും ബാഷ്പാഞ്ജലികളും അർപ്പിക്കുന്നവരല്ല നമ്മൾ. വർഷാവർഷം യേശുവിൻ്റെ ജയന്തിയും പിന്നെ സമാധിയും ആഘോഷിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. വചനബോധമുള്ളവർക്ക് അത് ആഘോഷിക്കേണ്ടതില്ല. ഉലകത്തിൽ അടയ്ക്കപ്പെട്ട കല്ലറയിൽ ഒന്ന് മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ. ആ കല്ലറ എൻ്റെ യേശുവിൻ്റെ കല്ലറയാണ്. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു എന്ന പാട്ടുപാടി ആനന്ദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പാർത്തലത്തിലുണ്ട്. അവരുടെ പ്രത്യാശ യേശു ഉയർത്തു എന്ന് മാത്രമല്ല, ആ യേശു ഉയർത്തതുപോലെ എൻ്റെ കല്ലറ തുറക്കപ്പെടും, എൻ്റെ കബറിടം തുറക്കപ്പെടും. എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാൽ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂടെ അതിൻ്റെ മീതെ കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടി കൊണ്ട് ഉറപ്പിച്ചാൽ ഒരു കമ്പിളി പുതപ്പെടുത്ത് മാറ്റിയിട്ട് വരുന്നത് പോലെ ഞാൻ മനം ചെയ്യുന്നു. മരണം കൊണ്ട് തീരുന്നതല്ല. ഹല്ലേലൂയ. യേശു എങ്ങനെയാ വരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3:21 നോക്കിക്കേ. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എങ്ങനെ വരുന്നേ? സകലത്തെയും. ഇവിടെ നമ്മളെ കീഴ്പ്പെടുത്താൻ ഒത്തിരി ജനസംഘ ശക്തികളുണ്ട്, പിന്നെ ഒത്തിരി ഭരണാധിപന്മാരുണ്ട്, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഒത്തിരി മത നേതാക്കന്മാരുണ്ട്. എല്ലാവർക്കും നമ്മളെ കീഴ്പ്പെടുത്തണമെന്നാ. എന്താ അതിൻ്റെ കാര്യം? തിരിഞ്ഞടിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരാ ഉറപ്പ് പറയുന്നത്. തിരിഞ്ഞടിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അവരുടെ നേരെ ഒന്നും ആർക്കും മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. അവരുടെ മൈക്കിനെ ആരും പ്രതിരോധിക്കുന്നില്ല, അവരുടെ യോഗങ്ങളെ ആരും കലക്കുന്നില്ല, അവരുടെ പള്ളികളെ ആരും പൊളിക്കുന്നില്ല, അവരുടെ ജാഥയെ ആരും ഇല്ലാതെയാക്കുന്നില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞടിക്കത്തില്ല. സഹനമാണ് നമ്മുടെ ആയുധമെന്നുള്ളത് കൊണ്ട് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ സുവിശേഷത്തിനെതിരായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് തിരിച്ചറിയണം നമ്മൾ. ഈ യേശുവിൻ്റെ അമ്മ മറിയെ സ്വർണ്ണമാല അണിയിക്കാൻ തിരക്ക് കൂട്ടുന്ന നമ്മുടെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഇലക്ഷനാകുന്നവരെ നമ്മുടെ അരമനകൾ തോറും ചെന്ന് ശുശ്രൂഷകന്മാരെ, നേതാക്കന്മാരെ കണ്ട് ഇലക്ഷൻ്റെ വിശദീകരണ യോഗം കൂടുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഭാരതത്തിൽ ക്രൈസ്തവ ജനത ആക്രമിക്കപ്പെട്ടിട്ട് ഒരു വാക്കുപോലും ഊരിയാടാൻ നെഞ്ചുറപ്പ് ഇവർക്കാർക്കും ഇല്ലാതെ പോയത് ഞാൻ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങുമിങ്ങും പള്ളി പൊളിക്കപ്പെടുന്നു, ജനങ്ങൾ മൃഗീയമായി തകർക്കപ്പെടുന്നു, ദൈവദാസന്മാരുടെ പേരിൽ കള്ളക്കേസുകളുണ്ട്, ഒത്തിരി പേര് മൃഗീയമായി വധിക്കപ്പെടുന്നു. ഒരക്ഷരം മാല ചാർത്തിയവനും അരമനെ കയറി ചർച്ച ചെയ്തവരാരും മിണ്ടുന്നില്ലെന്നുള്ള എന്നിട്ട് ഇവരുടെ പുറകെ ഹോയ് ഹോയ് വിളിക്കാൻ കുറേ ആളുണ്ടെന്നുള്ളത് ലജ്ജാകരം, ദയനീയം, പാപ്പരത്വമെന്നല്ലാതെ എന്തോ പറയണം. ആരുമില്ലെങ്കിലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, യേശു വരാൻ പോകുന്നത് സകലത്തെയും കീഴടക്കാൻ കഴിയുന്ന, എല്ലാറ്റിനെയും പിടിച്ചടക്കാൻ കഴിയുന്ന, ആധിപത്യ വ്യവസ്ഥിതികളെ, ആദീശത്വ ശാക്തികളെ മുഴുവനും അമർച്ച ചെയ്യുവാൻ വേണ്ടിയ എൻ്റെ യേശു വരുന്നത്. ഫിലിപ്പിയർ 3:21 പറയുന്നു, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശക്തിയോടെ കർത്താവ് വരുന്നത്. എന്തിനാ വരുന്നത്? അപ്പം എവിടുന്നാ വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. എങ്ങനെയാ വരുന്നത്? സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തിയോടെ. എന്തിനാ വരുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യാൻ?
അനുരൂപമായി രൂപാന്തരം. നമ്മുടെ ശരീരം താഴ്ച ഉള്ളതാണ്, വെളുത്തത്, നല്ലപോലെ വെളുത്തത്, ഇരുനിറമുള്ളത്, കറുത്തത്, കാക്കക്കറുപ്പ്. എൻ്റെ പൊന്നെ, എന്നെ വ്യത്യാസമാണെന്നറിയാമോ? വണ്ണം കൂടിയത്, വണ്ണം കുറഞ്ഞത്, നീളം കുറഞ്ഞത്, നീളം ഒത്തിരി കൂടിയത്, അങ്ങനെ വിവിധ വ്യത്യസ്തതകളും വ്യതിരക്തതകളുമുണ്ട്. പക്ഷെ ഇതെല്ലാം മാറി നമ്മൾ കർത്താവിരിക്കുന്ന പോലെ, കർത്താവിനെ പോലെ നമ്മളാകും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? വിശ്വാസത്തിലിരിക്കുന്നവർക്ക് ആ പ്രത്യാശയാണുള്ളത്. പക്ഷേ പ്രത്യാശയോടെ കൈ ഉയർത്തി എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. യേശു നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ എന്തോ ആക്കാനാ? അനുരൂപമാക്കാനാ വരുന്നേ. വിശ്വാസത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും യേശു തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കും. പക്ഷെ ഒരു ഉപദേശം പഠിച്ചോണം. കർത്താവ് തൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ അനുരൂപമാക്കണമെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഈ ലോകത്തോട് അനുരൂപമാകരുത്. അനുരൂപമെന്ന പദത്തിൻ്റെ ആ പ്രഖ്യാപനം കണ്ടോ? ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്ന യേശു വരുന്നത് നമ്മുടെ ശരീരത്തെ എന്തിനോട് അനുരൂപമാക്കാൻ? തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കാൻ. അങ്ങനെ അനുരൂപമാക്കാനുള്ള ക്വാളിറ്റി എന്താണെന്നറിയാമോ? റോമർ 12:2 ഈ ലോകത്തോട് നമ്മൾ എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. ഭൂമിയിൽ അതാണ് വിശ്വാസത്തിലിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. വിശ്വാസത്തിലിരിക്കുന്നവൻ ഈ ലോകത്തിലാണെങ്കിൽ ലോകത്തോട് എന്തോ ചെയ്യുന്നില്ല, ജഡത്തിലാണെങ്കിലും ജഡത്തോട് എന്തോ ചെയ്യുന്നില്ല, ഇവിടുത്തെ വ്യവസ്ഥിതികളോട് അനുരൂപമാകുന്നില്ല. ഇവിടുത്തെ ആർഭാടം, ആഡംബരം, ഇവിടുത്തെ ആമോദം, ആഹ്ലാദം, ആഘോഷം, ഇതിനോടൊന്നും നമ്മൾ ഏകീഭവിക്കുന്നില്ല. ഇവിടെ കാശ് കിട്ടുന്ന ഏതിടപാടിൻ്റെയും മുമ്പിലേക്ക് നമ്മൾ മൂക്കുകുത്തുന്നില്ല. ആത്മീയതയുടെ ആദർശത്തെ പണയപ്പെടുത്തി ഒരുവനുമായിട്ട് കോംപ്രമൈസ് ആകുന്നില്ല. വേറിട്ട് നമ്മൾ നിൽക്കാൻ കഴിയണമെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ രൂപത്തോട് നമ്മൾ അനുരൂപമാകൂ. ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൻ നെഞ്ചുറപ്പോടെ പറയുന്നു, ഞങ്ങൾക്കതിനെ ആരാധിച്ചുകൂടാ. ഈ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് രാജാവിനോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നത് അനുരൂപമാകാതെ നിൽക്കുന്ന നിലപാടാണ്. അതാണ് വിശ്വാസത്തിലിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തുന്നവരാരും വിശ്വാസത്തിലല്ല. വിശ്വാസത്തിനൊരു ആദർശമുണ്ട്, വിശ്വാസത്തിനൊരു അഭിഷേകമുണ്ട്, വിശ്വാസത്തിനൊരു അറിവുണ്ട്, വിശ്വാസത്തിനൊരു വേർപാടുണ്ട്, വിശ്വാസത്തിനൊരു തനത് സംസ്കാരമുണ്ട്. ഇതെല്ലാം കൂടെ സൂക്ഷിക്കുന്നവനെ കൊണ്ടുപോകാൻ ആ കർത്താവ് വരുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ മടവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാനുള്ള യോഗ്യത വിശ്വാസത്തിൽ നിൽക്കുന്നവർക്കാണ്. ഇനി ചിന്തിക്ക്, ഞാൻ വിശ്വാസത്തിലാണോ അതോ വിശ്വാസത്തിന് വെളിയിലാണോ? ഒറ്റവാക്യം ഉപസംഹാരമായി തന്നുവിടുകയാണ്. 13-ാം അധ്യായം 5-ാം വാക്യമാണ് ഞാൻ കുറിവാക്യം തന്നത്. വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എന്തോ ചെയ്യണം? ശോധന ചെയ്യണം, പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം നോക്കിക്കേ, 13:6. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെങ്കിൽ കൊളരുതാത്തവരല്ല, ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. വിശ്വാസത്തിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ക്രിസ്തു എവിടെ ഉണ്ട്? ആശ്രമത്തിലല്ല, മദ്ബഹായ്ക്കകത്തല്ല, ചർച്ചിൻ്റെ പുൾപിറ്റിലല്ല. ക്രിസ്തു എവിടെ വസിക്കുന്നു? നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ടെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. വേഗം ചാടി എഴുന്നേൽക്കാം. കൊയർ നമ്മുടെ അരികിലേക്ക് വരുന്നു. മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ പാട്ടിൻ്റെ വരികൾ അവർ പാടും. ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി രണ്ടാമത് രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ജീവിതങ്ങൾ വന്നേ പറ്റൂ. ക്രിസ്തീയ വിശ്വാസത്തിന് തത്തുല്യമായതൊന്നും വേറെയില്ല. ക്രിസ്തീയ വിശ്വാസം പോലെ യോഗ്യമായ ഇത് വേറൊന്നുമില്ല. ആകയാൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് തൻ്റെ ഇടത്തോടെ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന വചനചിന്തകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് പകർന്നു തന്നതിനെ നിരുപാധികം ഏറ്റെടുത്ത് മുന്നേറാൻ സഹായിക്കട്ടെ.